ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ സൈക്കോ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടൊരു ക്ലാസ്സാണ്. ഹൗ ടു മാനേജ് അവർ മൈൻഡ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് പ്രിയപ്പെട്ട സാമച്ചനാണ്. സാമച്ചൻ പത്തനംതിട്ട സ്വദേശിയാണ്, ഒരു ട്രെയിനറാണ്, അല്ലാതെ തന്നെ നമുക്കറിയാം അച്ഛനാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഹൗ ടു മാനേജ് അവർ മൈൻഡ്, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൂടുതൽ ഫ്ലെക്സിബിളായി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അച്ഛനോട് നമുക്ക് കേട്ടാം. അച്ഛാ, സ്വാഗതം. താങ്ക് യു സാറേ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ചെയ്തോളൂ. ക്ലിയർ ആണല്ലോ സാറേ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ക്ലിയർ ആണ് സാർ. ഓക്കെ. ഗുഡ് ഈവനിങ് ടു എവരിബഡി. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഇത് എന്നെനിക്ക് വളരെ ബോധ്യമുണ്ട്. സാബു സാറ് ഇന്നൊരു 2 മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ നിരസിക്കാൻ പോയില്ല. കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരവസരം പ്രയോജനപ്പെടുത്തണമല്ലോ, അത് നോ പറയാനുള്ള ഒരു മടി. അതുകൊണ്ടുകൂടെയാണ് ഇന്ന് ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനിടയായത്. സർവേസിന് നന്ദി കരയറ്റിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന അതിൻ്റെ സംഘാടകനായിരിക്കുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന സാബു സാറ്, അതുപോലെ തന്നെ ഇന്ന് ഈ സൂം മീറ്റിൽ സംബന്ധിക്കുന്ന അനവധി ആളുകൾ, മിക്കവാറും എല്ലാവരും അവരുടെ ജീവിത അനുഭവങ്ങൾ വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഉലഹന്നാൻ സാറിൻ്റെ ആ ചെറിയൊരു അനുഭവങ്ങളൊക്കെ പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇത്ര ശ്രേഷ്ഠരായ വ്യക്തിത്വത്തിന്റെ മുൻപാകെ എന്താണ് ഞാൻ പറയേണ്ടത് എന്നുള്ളതിനെ പറ്റി അല്പം ആശങ്കയുണ്ടെങ്കിലും നമ്മളൊക്കെ വളരെ പ്രാവശ്യം ഇത് കേട്ട് പരിശീലിച്ചതാണെങ്കിൽ പോലും എൻ്റെ കഴിഞ്ഞ ഈ 1 വർഷക്കാലം, അതായത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമുള്ള ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഉള്ളിലുണ്ടായ ഒരു മാറ്റവും അതിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങളും ഒന്ന് പങ്കുവയ്ക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സർവേശ്വരിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഹൗ ടു മാനേജ് യുവർ മൈൻഡ് എന്നുള്ളത് പല മാർഗങ്ങൾ, അതിലൊന്നാണ് ഇപ്പോൾ ഉലയന സാർ പറഞ്ഞുകൊണ്ടിരുന്ന യോഗയും അതുപോലെ തന്നെ മെഡിറ്റേഷനും ഒക്കെ അത് തന്നെയാണ്. എങ്കിൽ പോലും നമ്മൾ ഈ മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം ശക്തമായ ഒരു വിഷയം നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, വൈ വി സ്റ്റഡി ദിസ് സബ്ജക്ട് എന്നുള്ളതിനെ പറ്റി ചോദിച്ചാൽ, ഒന്നാമത് മൈ തോട്ട്സ് കൺട്രോൾ മൈ ലൈഫ് എന്നുള്ളതാണ്. എൻ്റെ ചിന്തകളാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കുറച്ചേറെ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ചിന്തകളാണ് കൂടുതലും നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ആ ജീവിതത്തിൽ നല്ല ചിന്തകൾ നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കുന്നു. നെഗറ്റീവായുള്ള തോട്ട്സ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന ഈ തത്വം തന്നെയാണ്. അവർ ശരിയായി പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മുടെ നല്ല ചിന്തകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നല്ലവണ്ണം നമ്മൾ ചിന്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കും എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിന്റെ നിയന്ത്രണം എന്നുള്ളത്, അല്ലെ എങ്ങനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ തോട്ട്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഞാൻ ചില ബൈബിൾ വേർഡ്സ് അതിനകത്ത് എടുത്തിട്ടുണ്ട്, എങ്കിലും ഞാനിപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം വിവിധ മതവിശ്വാസികളൊക്കെ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടെയും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വേദപുസ്തകം വളരെ
വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിക്കുക, കെയർഫുൾ ഹൗ യു തിങ്ക്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട് ഫോർ സിൻ എന്നുള്ളതാണ്. എല്ലാ തിന്മയുടെയും തെറ്റിന്റെയും അതുപോലെ തന്നെ അനീതിയുടെ അക്രമത്തിന്റെയും എല്ലാ പാപത്തിന്റെയും ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ആണ്, ഒരു യുദ്ധക്കളമാണ് മനസ്സ്. അവിടെയാണ് നമുക്ക് പല ചിന്തകൾ വരുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളതിന് ആലോചിക്കുവാനൊന്നും സമയം കിട്ടാതെ ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് ഈ മനസ്സിൽ ചില തെറ്റായ ചിന്തകൾ വരുമ്പോൾ ആ തെറ്റായ ചിന്തകൾ നമ്മൾ കീഴ്പ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ബാറ്റിൽ ഫീൽഡാണ്. അത് വേദോസ്തി പറയുന്നുണ്ട്, റോമലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് ഒരു നല്ലതേത് തിന്മയേത് നീ തിരിച്ചറിയാൻ വയ്യാതെ ഉള്ള ഒരു അവസ്ഥ. എപ്പോഴും നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും തിന്മ മാത്രം ഞാൻ ചെയ്യുന്ന ഒരു മാനുഷിക അവസ്ഥയെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മൈൻഡ് ഈസ് ദ കീ ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഇരിപ്പിടമാണെങ്കിൽ ആ മനസ്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് മനസ്സ് എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താണ് മനസ്സ്? ഇതിലെ പല ആളുകളും ഒത്തിരി എക്സ്പീരിയൻസ് എന്നെക്കാട്ടിൽ കൂടുതലുള്ള ആയതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഓരോരുത്തരുടെയും ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിനെ പറ്റി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമെങ്കിൽ ഉപകാരമായിരുന്നു. Mind is a software inside the brain. It's a software inside the brain. Very good. ജോബി സാർ, ഇനി എന്തെങ്കിലും? According to medical science, mind is the sum total of the whole working of the brain. Correct. വിചാരബിന്ദു സാറ് ഇതിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ വളരെയേറെ പ്രൗഢഗംഭീരമായ ക്ലാസ്സുകളും ആത്മാവിനെ പറ്റിയുള്ള ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. മൈൻഡ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഫാക്കൽറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെന്റൽ ഫിനോമിന. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ, ദീസ് ഫാക്കൽറ്റീസ് ഇൻക്ലൂഡ് സെൻസേഷൻ, ഇമാജിനേഷൻ, വിൽ, മെമ്മറി, തോട്ട്. The mind is a general form for the way a person thinks, reasons, perceives, wills and feels. അതായത് ഇതൊരു ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ മാത്രമാണ്. എന്നാൽ നമ്മുടെ തലച്ചോറും നാഡിയും ഞരമ്പുകളും നാഡീവ്യൂഹങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള ഏകോപിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മിലുണ്ടാകുന്ന ചിന്തകള്, വിചാരങ്ങള്, ആലോചനകള് ഒക്കെ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനമായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ചിന്തകൾ വേണമെന്നുള്ള സംശയമൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒരു പിക്ചറിലൂടെ ഈ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ളത് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു ഉദാഹരണമാണ് ഐസ്ബർഗിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രം ആ ഉപരിതലത്തിൽ കാണുകയും വളരെ അഗാധമായ ഒരു ഭാഗം സമുദ്രത്തിന് അടിയിലേക്ക് കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മൈൻഡിനെ പറ്റി പറയുമ്പോൾ, കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയുമ്പോൾ. എന്നാൽ ഇവിടെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് എനിക്ക് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ആനയും ഒരു ആനക്കാരനും. ഈ ആനക്കാരനും ആനയും എന്ന് പറഞ്ഞത്, ആനക്കാരനാണ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതും ഇവിടെ ആനയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതുമാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്. ഈ ആനക്കാരൻ അതിൻ്റെ നോക്കി ആനയുടെ എത്ര ശതമാനം, വളരെ ചുരുങ്ങിയ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ആനക്കാരൻ്റെ ആ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. എന്നാൽ വളരെ വലിപ്പത്തിൽ ഉള്ള ഒരു ആന. നമുക്കറിയാം ഈ കാട്ടാനയും നാട്ടാനയും തമ്മിലുള്ള വ്യത്യാസം. കാട്ടാനയ്ക്ക് പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല, അത് മനുഷ്യനെ ഉപദ്രവിക്കും, കൃഷികൾ നശിപ്പിക്കും. സത്യം പറഞ്ഞ ഒരു നശീകരണ പ്രവർത്തനമാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ നാട്ടിലിറങ്ങി പരിശീലനം നേടിയ ആന
മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുകയും മനുഷ്യനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ എത്രമാത്രം ഒരു പരിശീലനം അതിന് കൊടുത്താലാണ് ഇങ്ങനെ മനുഷ്യനെ അനുസരിക്കാൻ സാധിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഒരു കാട്ടാനയെ പോലെ അതിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് പ്ലഷറാണ്, അല്ലെങ്കിൽ ഉല്ലാസങ്ങളാണ്, സന്തോഷങ്ങളാണ്, ആനന്ദങ്ങളാണ്. അതിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. എന്നാൽ അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു കോൺഷ്യസ് മൈൻഡ് നമ്മൾ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെയും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സുഖവും അല്ലെങ്കിൽ ഈ സന്തോഷവും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെ കീഴ്പ്പെടുത്താൻ കോൺഷ്യസ് മൈൻഡിനോട് സാധിക്കുന്നില്ല അവർക്ക്. അപ്പോൾ ഈ ആനയെ എങ്ങനെ മെരുക്കിയെടുത്ത് ഒരു നാട്ടാനയാക്കി തീർക്കാമോ, ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് മരുക്കിയെടുക്കുവാനുള്ള ഒരവസരം ഈ കോൺഷ്യസ് മൈൻഡ് പ്രത്യേകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഒരുപക്ഷെ വന്നേക്കാം, പരിശീലനം വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ധ്യാനത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ ധ്യാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റിലീജിയസ് ആയിട്ട് പറയുന്ന ചില പ്രാർത്ഥനകളും ചില മന്ത്രങ്ങളും ഒക്കെ വേണ്ടി വന്നേക്കാം. എന്തായാലും ഈ ആനക്കാരൻ, അതായത് ഈ കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ മരുക്കിയെടുത്തെങ്കിലേ പൂർണ്ണമായ ഒരു ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. അതാണ് മൈൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. മൈൻഡ് മാസ്റ്ററി എന്ന കോഴ്സ് ഇപ്പോൾ ധാരാളം നടക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള പല പല വിഷയങ്ങളും പല കോഴ്സുകളും ഇന്ന് ധാരാളം നടക്കുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്നുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. എല്ലാം ഇത് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് നിയന്ത്രിച്ച് വേണ്ട രീതിയിലേക്ക് പോകുവാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ധാർമ്മികമായ രീതിയിലേക്ക് പോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു മാർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കല് ഒരു സ്ത്രീ അവരിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു നദിയുടെ കരയിൽ നിന്ന് അവർക്കൊരു കല്ല് കിട്ടി. അവർക്ക് ആ കല്ല് കണ്ടപ്പോൾ ഒരു പ്രത്യേകതയൊക്കെ തോന്നിയെങ്കിലും അതിന്റെ വിലയെപ്പറ്റിയോ അതിന്റെ ഇനത്തെ പറ്റിയോ ഒന്നും അവർക്ക് വലിയ നിശ്ചയമില്ല. അവർ ആ കല്ലെടുത്തു, അവരുടെ ആ ബാഗിൽ വെച്ചുകൊണ്ട് പിന്നെയും നടന്നു. അവർ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അവർ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ സ്ത്രീയുടെ അടുക്കൽ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. കുറെ നേരം ഇരുന്നപ്പോഴാണ് ഈ സ്ത്രീ തനിക്ക് കിട്ടിയ കല്ലിനെ പറ്റി വിവരിച്ച് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യന് ഈ കല്ലിനെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇത് വലിയ ഒരു അനുഗ്രഹമായി പോയല്ലോ, നിങ്ങൾ ഈ കല്ല് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ സന്തോഷത്തോടുള്ള, അയ്യോ അതിനെന്താ, താങ്കൾ എടുത്തുകൊള്ളൂ. അദ്ദേഹം ആ കല്ല് കൊണ്ടുപോയി. അദ്ദേഹത്തിന് അതിന്റെ വിലയൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹം ആ കല്ല് കൊണ്ടുപോയി. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹം ആ കല്ല് തിരികെ ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇത്ര വിലയുള്ള കല്ലാണെന്ന് എനിക്കറിയാം, തീർച്ചയായിട്ടും അറിയാം, പക്ഷേ എനിക്ക് ഈ കല്ലിനേക്കാളും ആവശ്യം, എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വിലയുള്ള കല്ല് എനിക്ക് തന്നു എന്നുള്ള ആ നിങ്ങളുടെ മനസ്സിന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, അതാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഈ കല്ല് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. എത്ര വാസ്തവമാണ്. ആ മനോഭാവമാണ് വലുത്, ആ കല്ലിനേക്കാൾ വിലയുള്ളത്. മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന ആ ഒരു മനോഭാവം ആ സ്ത്രീയിൽ ഉണ്ടായിരുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ വിലപ്പെട്ട ഒന്നായി കണ്ടു. എത്ര വാസ്തവമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ മനോഭാവത്തിലൊരു മാറ്റവുമില്ല, നമ്മൾ പോവുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നില്ല, നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല, നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മുടെ മാറ്റം ഉണ്ടാകത്തോടത്തോളം കാലം നമ്മൾ ആ ജഡിക മനുഷ്യനായി, അല്ലെ മൃഗീയ മനുഷ്യനായി, മണ്ണിന്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവനായി, ആ ജഡത്തിന്റെ പിന്നാലെ പോകുന്നവനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് വലിയൊരു മാറ്റം വേണ്ടത്. ആ മാറ്റമാണ് ഈ മനസ്സിന്റെ രൂപാന്തരത്തിലൂടെ, അല്ലെ മാനസികമായ ഒരു നിയന്ത്രണത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ളത്. ഇവിടെ ഏൾ നൈറ്റിംഗൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നല്ല കൊട്ടേഷൻ അവിടെ നിങ്ങൾക്ക് കാണാം. Whatever we plant in our subconscious mind and nourished with repetition and emotion will one day become a reality എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന, അല്ലെ അതിനെ നമ്മൾ പോഷിപ്പിക്കുന്ന, വീണ്ടും 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 അതിനെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഒരു റിയാലിറ്റിയായി മാറും എന്നുള്ളത് എത്ര വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് നിയന്ത്രിച്ച് അതിനെ ഒന്ന് കണ്ടെത്തി അതിനെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ഒന്ന് പരിശീലിപ്പിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ആകെ മാറും. വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അടുത്തതായിട്ട് നമുക്ക് എന്താണ് മനസ്സുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു. മൈൻഡ് പവർ എന്നുള്ള ഒരു വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, മൈൻഡ് പവർ, അല്ലേ? ഈ മൈൻഡ് പവർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും അതിനെപ്പറ്റിയുള്ള ഷോർട്ട് കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർ കാണും. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ്സ്റ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ പവർ ഓഫ് എന്ന് ആണ് മൈൻഡിനെ പറ്റി പറയുന്നത്. ഈ നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു എനർജിയിൽ കൂടെ, നമ്മളെല്ലാം ഉള്ള ഒരു എനർജി. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ്, തിങ്ക് ഇൻ ദ ഫോം ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്ന് നിക്കോള ടെസ്ല പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മൈൻഡ് പവർ എന്ന് പറയുന്നത് എ കമ്പോണന്റ് ഓഫ് അവർ അറ്റൻഷൻ, അവർ മെന്റൽ ഇമേജസ് ആൻഡ് തോട്ട്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടത് ഇമേജസ് ആണ്, കുറെ പിക്ചേഴ്സ് ആണ്. നമ്മുടെ ചിന്തകളോട് കൂടെ ഈ ഇമേജ് കൂടെ ചേർത്ത് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ ശക്തിയുള്ള ഒരു ടവറായി നമ്മൾ മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. അതായത് ഒരു പവർഫുൾ ടവർ. ഇപ്പം മൊബൈൽ ടവർ നമുക്കറിയാം, ആ മൊബൈൽ ടവറിൻ്റെ റേഞ്ച് അനുസരിച്ചാണ് ആ അടുത്തുള്ള മൊബൈലിലൊക്കെ ആ റേഞ്ച് കിട്ടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു പവർഫുൾ ടവറായി മാറുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെയൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള പ്രോബ്ലം അതുകൊണ്ടാണ്. നമ്മളൊരു എനർജി നമ്മളില്ല, അല്ലെങ്കിൽ നമുക്കൊരു കാന്തിക ശക്തി നമുക്കില്ല. ആ ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് വെറും മനോരോധനമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവരും നമ്മിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. വലിയ ഒരു പവർഫുൾ ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ചിന്തകളോട് ചേർന്ന് നമ്മുടെ ഇമേജസൂടെ, നമ്മുടെ വിഷ്വലൈസേഷനൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ വലിയൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് കഴിയും. ബ്രെയിൻ വേവ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം. ബ്രെയിൻ വേവ് ഈസ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇൻസൈഡ് യുവർ ബ്രെയിൻ പ്രൊഡ്യൂസ് എനർജി. നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ചില ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ട്. അത് ഒരു എനർജി നമ്മൾ നൽകി തരുന്നു. ദേ ആർ ചേഞ്ചിങ് ആസ് പെർ അവർ ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മുടെ വൈകാരിക വ്യത്യാസമനുസരിച്ച്, വികാരങ്ങൾ മാറുന്നതനുസരിച്ച് ആ ബ്രെയിൻ വേവിന്, ഇലക്ട്രിക്കൽ ഇമ്പൾസിന് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. നിക്കോള ടെസ്ല പറഞ്ഞ, ഞാൻ മുൻപ് പറഞ്ഞ കൊട്ടേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മൈൻഡ് പവർ എത്ര ശക്തമായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, അതാണ് ഇനി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുക്കമായിട്ട് അത് നമുക്കൊന്ന് ചിന്തിക്കാം. 3 ചോയ്സസ് എവറി പേഴ്സൺ ഷുഡ് ടേക്ക് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ എടുക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, തീരുമാനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീഡ് യുവർ മൈൻഡ് വിത്ത് ട്രൂത്ത് എന്നുള്ളതാണ്. ഫീഡ് യുവർ മൈൻഡ് വിത്ത് ട്രൂത്ത്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഫീഡ് ചെയ്യണം. ഇത് നല്ലൊരു ഒരു നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യുന്നില്ല, അല്ലേ? നമുക്കറിയാം, നമ്മൾ എന്തങ്ങോട്ട് കൊടുത്തോ അത് തന്നെ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സത്യം, നീതി, ന്യായം എന്നിവ നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. ഫീഡ് അവർ മൈൻഡ് വിത്ത് ട്രൂത്ത്. സത്യം കൊണ്ട്. ഇന്ന് അസത്യത്തിൻ്റെ ഒരു ലോകമാണെന്ന് നമുക്കറിയാം. എവിടെയും വ്യാജം പറയുന്നത് കൊണ്ട് താൽക്കാലികമായ ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് സത്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഈ സത്യം നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
വ്യാജം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യം പറയുന്നവരായി നമ്മൾ തീരുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ മൈ മൈൻഡ് ഫ്രം ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് എന്നുള്ളതാണ്. എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിൽ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് കയറി വരുന്നത്? മൈൻഡ്ഫുൾനെസ് പഠിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചിന്തകൾ, അതായത് നമ്മുടെ ആ പാസ്റ്റ് ലൈഫ് ഒരുപാട് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറ്റബോധങ്ങൾ, നമ്മുടെ നഷ്ടബോധങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിനെ അഗാധമായി മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ, അതിനെയൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവായുള്ള തോട്ട്സിനെയൊക്കെ ഒന്ന് മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ മെന്റൽ പവർ ഉണ്ടാകും, നല്ല ഇതുണ്ടാകും. മൈൻഡ്ഫുൾനെസ് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായാൽ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്നൊരു വാക്ക് അതിനകത്ത് പഠിച്ചു. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമ്മളൊക്കെ എപ്പോഴും മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നവരും കുറ്റം വിധിക്കുന്നവരുമല്ലേ? എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ പരിഹസിക്കുന്നു, അല്ലെ അവരെ മുദ്ര കുത്തുന്നു, അല്ലെ അവരെ അവഹേളിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിവാഹ സദ്യക്ക് നമ്മൾ പോയി എന്ന് കരുതുക. ആ വിവാഹത്തിന് പോയി സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പറയുന്നത് ആ ഭക്ഷണകാര്യത്തെ പറ്റി ആയിരിക്കും. മണവാളിനെയും മണവാട്ടിയെയും പറ്റിയൊക്കെ പറയുന്നേക്കാൾ കൂടുതലും ആ സദ്യയെ പറ്റിയും ആ സദ്യയിൽ നടത്തിയ ഭക്ഷണങ്ങളെ പറ്റി ആയിരിക്കും. പലരും പറയുന്നത് അതിന്റെ അവസാനം കഴിച്ച പായസത്തെ പറ്റി ആയിരിക്കും എന്ന് കരുതുക. പലരും പറയും, ഇത് വളരെ മോശമായി പോയി, ഇങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത്, അല്ലെ അതിനെപ്പറ്റി വളരെ മോശമായി സംസാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ പറഞ്ഞതാണോ, അതാണോ ആ പായസം? അനവധി ജോലിക്കാർ അനവധി പണം അതിൻ്റെ പിന്നിൽ മുടക്കി അനവധി വസ്തുക്കൾ കൊണ്ട് അത് മനോഹരമായി അവരുടെ കഴിവനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ആ പായസവും ഇവർ പറഞ്ഞ ഈ പായസവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് നാം കൊടുക്കുന്ന നമ്മുടേതായ ഒരു അഭിപ്രായം മാത്രമാണ് ഒരു ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ നെഗറ്റീവായിട്ട് പറയാതെ പോസിറ്റീവായിട്ട് കാണുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കാനായിട്ട് കഴിയും. വളരെ നല്ല ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഫോക്കസ് മൈ മൈൻഡ് ഇൻ ദ റൈറ്റ് തിങ്സ് എന്നുള്ളതാണ്. ഫോക്കസ് മൈ മൈൻഡ് ഇൻ ദ റൈറ്റ് തിങ്സ്, അതായത് നമ്മുടെ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു വയ്ക്കുക. നമുക്കറിയാമല്ലോ, കപ്പൽ യാത്രയിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് ഉപയോഗിക്കുന്ന ഒരു വടക്ക് നോക്കി യന്ത്രമുണ്ട്. അവർക്ക് അവരുടേതായ ചില ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തും ആയിക്കൊള്ളട്ടെ, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ അവിടെ ചെന്നു ചേരാൻ സാധ്യമാവുകയുള്ളൂ. നല്ല മനോഹരമായ ശബ്ദം കേൾക്കുന്ന ഒരു വീണ, അതിൻ്റെ കമ്പി എപ്പോഴും ഭംഗിയായി മുറുക്കി അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിജയം ഉണ്ടാകാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ ഫോക്കസ് മുഴുവനും എന്തിലേക്കാണ്? വേൾഡ്ലി പൊസഷനിലേക്ക്, വേൾഡ്ലി പവറിലേക്ക്, പണത്തിലേക്ക്, സ്വത്തിലേക്ക്, നമ്മുടെ അധികാരത്തിലേക്ക്, ഇങ്ങനെയൊക്കെയുള്ള ലോകപരമായ മൂല്യങ്ങൾ നമ്മളെ മാടി വിളിക്കുകയാണ്. അതാണ് ആദ്യം നേടേണ്ടത്, അത് നേടിയെങ്കിലേ എല്ലാം ആവുകയുള്ളൂ എന്നുള്ള വ്യാജമായ ഒരു ഉപദേശം ഇന്ന് ലോകം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾ അതിൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഏറ്റവും നല്ല ജോലി, ഏറ്റവും പെട്ടെന്ന് സമ്പന്നനാകാൻ കഴിയുന്ന ജോലി തേടിയെടുക്കുവാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ സുകുമാർ അഴീക്കോട് അല്പം ഒരു രസാവഹമായി അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ കേരളത്തിലെ യുവജനങ്ങൾക്ക്
മലം കോരുന്ന ജോലിയാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവൻ അതിന്റെ പിന്നാലെ പോകുമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. കാര്യം കൂടുതൽ കൂടുതൽ പണം ആർജിക്കുക, സ്വത്ത് സമ്പാദിക്കുക, കൂടുതൽ കൂടുതൽ സ്വത്ത് ആർജിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനും ചിലവഴിച്ച് ആഡംബര ജീവിതം നയിക്കുക, ആ ആഡംബര ജീവിതത്തിലൂടെ ലഭിക്കാവുന്ന സുഖവും സന്തോഷവും ജീവിതത്തിൽ മുഴുവനും ആസ്വദിക്കുക എന്നുള്ളതാണ്. പക്ഷേ എത്ര പേർ ആത്മഹത്യക്ക് ഇരയാകുന്നു ഇന്ന് നമുക്കറിയാം. ഇതെല്ലാം ആഗ്രഹിച്ച എത്രയോ പേർ ഇന്ന് ജയിലിൽ കിടക്കുന്നു. അല്ലെങ്കിൽ ജയിലിൽ മാത്രമല്ല, ഇന്ന് പല രോഗങ്ങൾക്കും അടിമയായിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ആ ഓട്ടത്തിൽ സന്തോഷത്തിൻ്റെ പിന്നാലെയുള്ള പോക്ക്. ഇന്ന് ബിവറേജ് കോർപ്പറേഷന് മുമ്പിലൊക്കെ നിൽക്കുന്ന ജനങ്ങളെ കണ്ടാൽ നമുക്കറിയാം എന്താണ് ഇവരുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നൊരു സ്ത്രീ പറയുകയായിരുന്നു, അച്ഛാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഞാൻ കയറിൽ തൂങ്ങിയ സമയത്ത് എങ്ങനെയോ അത് അഴിഞ്ഞു വീണുപോയി. ഞാൻ താഴെ വീണു, ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും വന്ന് എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ മരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും മരിക്കണം എന്ന് പറഞ്ഞ ആ സ്ത്രീ നടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനവും അമിതമായ ദേഹോപദ്രവവുമാണ്. സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവർ പറയുന്നു. എന്താണ് മാർഗം, എന്താണ് അതിൻ്റെ പോംവഴി എന്നുള്ളത് ആലോചിച്ചവർ വളരെ നാളുകൾ കൊണ്ട് ജീവിതത്തെ പോലും മടുത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ആയതുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ മനുഷ്യന്റെ ഒരു ലക്ഷ്യമില്ലാത്ത പോക്ക്, അല്ലെങ്കിൽ ഒന്നിനെ പറ്റിയും അവർ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഈ ലോകപരമായ മൂല്യങ്ങൾ Audio is not there. സ്വത്തും പണവും സുഖവുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം? നമ്മുടെ മനസ്സിനെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയും പോകുവാനാണോ, അതോ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുവാനാണോ? ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയം അവിടെയുണ്ട്, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതിനൊക്കെ ഉതകുന്നതാണ് മെഡിറ്റേഷനും അതുപോലെ തന്നെ യോഗയും അതുപോലെ നമ്മുടെ പ്രാർത്ഥനയും എല്ലാം. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കുമോ? സാബു സാർ എന്ത് പറയും? തീർച്ചയായും സാർ, എന്താ നല്ലതല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അല്പസമയം, ലൈനാൻ സാറൊക്കെ ഏത് ദിവസവും ചെയ്യുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും കൂടെ അതിൻ്റെ ഒരു പ്രാരംഭ എന്തോ കേൾക്കുന്നില്ല. തോമസ് സാർ മ്യൂട്ടാ. Last slide, before this last slide, the mind power, ആ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? മൈൻഡ് പവർ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടില്ല സാറേ, തൊട്ട് മുമ്പ് കാണിച്ചോ? ഓക്കെ ഇതിന് മുമ്പ് കാണിച്ചോട്ടോ. കാണിക്കാം. മൈൻഡ് പവർ. ഓക്കെ, ഇതാ ഇതന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഞാൻ മൈൻഡ്ഫുൾനെസ് ആണെന്ന് വെച്ചത്. ഇതാ. ഓക്കെ സാർ. നമ്മുടെ ധ്യാനത്തിലേക്ക് അല്പസമയം, അധിക സമയം നമ്മൾ എടുക്കുന്നില്ല എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ, നമ്മുടെ ചിന്തകളെ ഒന്ന് കടിഞ്ഞാണിടുവാൻ, നമ്മുടെ ആലോചനകളെ ഒന്ന് നിയന്ത്രിച്ച് നല്ല ഒരു ആത്മീക ശക്തി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു ധ്യാനം. എല്ലാവരും നിവർന്നിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഇരു കൈകളും മടിയിലേക്ക് വെച്ചുകൊണ്ട് ദീർഘമായി ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു. ഇൻഹേൽ, പുറത്തേക്ക് ശ്വാസം വിടും. നമ്മുടെ വായിലൂടെ പുറത്തേക്ക് ശ്വാസം വിടാവുന്നതാണ്. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ പുറത്തു നിന്നുള്ള, പ്രകൃതിയിൽ നിന്നുള്ള
ശാന്തിയും സമാധാനവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പുറത്തേക്ക് ശ്വാസം പോകുമ്പോഴോ നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിലും ശരീരത്തിലും ഒക്കെയുള്ള മാലിന്യങ്ങൾ ഒരു കറുത്ത പുകയായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഹേൽ, എക്സേൽ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലായി അനുഭവപ്പെടുന്ന ആ നല്ല തണുപ്പ്, ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ നല്ല ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നല്ലൊരു തണുത്ത അവസ്ഥ പുറത്തുനിന്ന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഹേൽ, എക്സേൽ. സാധാരണ പോലെ ശ്വാസം എടുക്കുന്നു. സാധാരണ പോലെ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ മനസ്സ് പൂർണ്ണമായും നമ്മുടെ നെറ്റിയിലേക്ക്, നമ്മുടെ തലയ്ക്കുള്ളിലുള്ള തലച്ചോറിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ കോശങ്ങളും നല്ല ബലമുള്ളതായി മാറുന്നു. നമ്മുടെ തലച്ചോറ് റിലാക്സ് ആകുന്നു. നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആകുന്നു. നമ്മുടെ ഇരു കണ്ണുകളിലേക്കും ശ്രദ്ധിക്കാം. കണ്ണുകളുടെ ഞരമ്പുകൾ മുഴുവനും നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കണ്ണിന്റെ പ്രയാസങ്ങളും വേദനകളും എല്ലാം മാറുന്നു. കണ്ണ് പൂർണ്ണമായും റിലാക്സ് ആയി. നമ്മുടെ ചെവികളിലേക്ക് ശ്രദ്ധിക്കാം. പരിസരത്തിലുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ നമ്മുടെ ചെവികളെ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ ചെവികൾ റിലാക്സ് ആകുന്നു. നമ്മുടെ മൂക്കിലേക്ക് ശ്രദ്ധിക്കാം. ആ പ്രാണവായു ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ആ നല്ല ആശ്വാസം, ഒരു നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മിലെ ചൂട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വായിലേക്ക് ശ്രദ്ധിക്കാം. ചുണ്ടുകളും നാവും പൂർണ്ണമായി റിലാക്സ് ആകും. പൂർണ്ണമായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. കഴുത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. കഴുത്തിൻ്റെ പേശികൾക്ക് നല്ല ബലം വർദ്ധിച്ചു. കഴുത്തിൻ്റെ വേദനയെല്ലാം മാറി. ഇരു തോളുകളിലേക്കും ശ്രദ്ധിക്കുന്നു. ഇരു കൈകളിലേക്കും നമ്മുടെ മനസ്സ് കടന്നു വരുന്നു. കൈമുട്ടുകൾ, കൈപ്പത്തി, കൈവിരലുകൾ, കൈവിരലുകളിലൂടെ വീണ്ടും കൈമുട്ടിലേക്കും തോളിലേക്കും ശ്രദ്ധിക്കുന്നു. ഇരു കൈകളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആന്തരിക അവയവങ്ങളെ നമുക്ക് കാണാം. ആമാശയം, ലങ്സ്, ലിവർ, ഹാർട്ട്, കിഡ്നികൾ, ഇൻറ്റസ്റ്റൈൻ, ആന്തരിക അവയവങ്ങളെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഹൃദയത്തിൻ്റെ വേദന പറന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഹൃദയം ശാന്തമായിക്കൊണ്ടിരിക്കുന്നു, സ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണ ആശ്വാസം ലഭിക്കുന്നു. അടിവയറ്റിലേക്ക് ശ്രദ്ധിക്കാം. അടിവയറിൻ്റെ വേദനയെല്ലാം മാറി. ഇരു കാലുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇരു കാൽമുട്ടുകളും
നല്ല ബലമുള്ളതായി മാറി, സ്വസ്ഥതയായി മാറി. കാൽപാദത്തിലേക്ക് ശ്രദ്ധിക്കാം. കാൽപാദം മുഴുവനായി റിലാക്സ് ആകുന്നു. കാൽവിരലുകൾ, ഉപ്പൂറ്റി പൂർണ്ണമായി റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. തലയുടെ ഉച്ച മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി റിലാക്സ് ആയി കഴിഞ്ഞു. ശാന്തമായ സ്വസ്ഥമായ ഒരവസ്ഥ. ആ പ്രകൃതിയിൽ നിന്നുള്ള ആ വലിയൊരു ദിവ്യശക്തി, വലിയൊരു പ്രകാശം നമ്മുടെ തലയുടെ ഉച്ചിയിൽ വന്ന് പതിക്കുന്നു. വലിയൊരു പ്രകാശം നമ്മിൽ വന്നു കഴിഞ്ഞു. മുഖം പ്രകാശിക്കുവാൻ തുടങ്ങി. ആ പ്രകാശം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. നല്ല വെളിച്ചമുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. ആ വെളിച്ചം നമ്മിൽ നിന്ന് നാം ആയിരിക്കുന്ന സ്ഥലം മുഴുവനും ശോഭയുള്ള ഒരു പ്രകാശമുള്ള ഒരു സ്ഥലമായി മാറി. അത് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കുടുംബം മുഴുവനും വ്യാപിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അയൽ ഭവനങ്ങളിലേക്ക് ആ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് സമാധാനവും ശാന്തിയും നൽകുന്ന ഒരു ദിവ്യപ്രകാശമായി നമ്മൾ മാറിക്കഴിഞ്ഞു. നല്ലൊരു ഉന്മേഷം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. പൂർണ്ണമായ ഒരാശ്വാസത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ഒരു നല്ല സന്ധ്യ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മളെപ്പോഴും ഉച്ചരിക്കാറുള്ള ശാന്തി മന്ത്രം നമുക്ക് ഉച്ചരിക്കാം. ഓം അസതോ മാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇരു കൈകളും തിരുമ്മി നമ്മുടെ കണ്ണിലേക്ക് ആ ചൂട് കൊടുക്കാം. നമ്മുടെ കണ്ണിലേക്ക് ആ നല്ല ചൂട്, നമ്മുടെ നെറ്റിയിലേക്ക് സ്പർശിക്കാം. നമ്മുടെ മുഖം മുഴുവനും ശോഭിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക്, നെഞ്ചിലേക്ക് ആ ചൂട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആ ചൂട് ശരീരം മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു. എൻ്റെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. എൻ്റെ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ടയിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ നടത്തുന്നുണ്ട്, ഗ്രേസ്ഫുൾ കൗൺസിലിംഗ് ആൻഡ് ഇൻസൈറ്റ് അക്കാദമി. അവിടെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അതുകൂടെ ഡി അഡിക്ഷൻ, അതായത് ഡ്രഗ് അഡിക്ട്സ് ആൻഡ് ആൽക്കഹോളിക്സിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ചാനൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സന്ദർശിക്കാം. അഡിക്ഷൻ റിക്കവറി എന്നാണ് അതിൻ്റെ പേര്. മറ്റൊരു ചാനലിൽ ഫാദർ സാംപി ജോർജ് എന്നുള്ള പേരിലും കൗൺസിലിങ്ങിൻ്റെയും അതുപോലെ തന്നെ സൈക്കോതെറാപ്പിയുടെയും ഒക്കെ ആ ഒരു ചാനലുമുണ്ട്. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ആ വലിയ കോപ്പറേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വീണ്ടും സാബു സാറിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു പ്രിയപ്പെട്ട അച്ഛ. വളരെ മനോഹരമായി മൈൻഡ് എന്താണെന്നും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുമാണ് അച്ഛൻ സംസാരിച്ചത്. അച്ഛൻ ഇങ്ങനെയാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് മൈൻഡിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്ന് അച്ഛൻ ഓർമ്മിപ്പിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, മൈ തോട്ട്സ് കൺട്രോൾ മൈ ലൈഫ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് മൈൻഡ് ഈസ് ദ കീ ഓഫ് അവർ ലൈഫ്.
അപ്പൊ അത്രമാത്രം വിശേഷതയുണ്ട് മൈൻഡിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ന് അച്ഛൻ കൃത്യമായി ഓർമ്മിപ്പിച്ചു. തുടർന്ന് കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും കൃത്യമായി നിർവചിച്ചു. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ആനക്കാരനെയായിട്ടും സബ് കോൺഷ്യസ് മൈൻഡ് ആനയായിട്ടും അച്ഛൻ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തന്നു. അതുപോലെ മൈൻഡ് പവർ എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മുടെ അറ്റൻഷനും നമ്മുടെ മെന്റൽ ഇമേജും അതുപോലെ നമ്മുടെ തോട്ട്സും ചേർന്നതാണെന്നും ഗുണകരമായ ഒരു കാന്തിക ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്, ഒരു അട്രാക്ഷൻ, പോസിറ്റീവ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നതെന്നും ബ്രെയിൻ വേവ് നൽകുന്ന പോസിറ്റീവ് എനർജിയെ പ്രയോജനകരമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് പലപ്പോഴും മൈൻഡിനെ നമുക്ക് നമ്മുടെ വരുതിയിൽ വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അച്ഛൻ ഓർമ്മിപ്പിച്ചു. എങ്ങനെയാണ് ഈ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാമെന്ന് വളരെ മനോഹരമായ 3 കാര്യങ്ങളിലൂടെ പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് ഫീഡിനെ കുറിച്ചാണ് പറഞ്ഞത്, രണ്ടാമത് ഫ്രീ ആക്കുന്നതിനെ കുറിച്ചും, മൂന്നാമത് ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. ഒന്നാമത്തെ പോയിന്റ്, ഫീഡ് യുവർ മൈൻഡ് വിത്ത് ട്രൂത്ത്. സത്യവും നീതിയും സ്നേഹവും അത് പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തിയോടെ ഫീഡ് ചെയ്യുക, വളർത്തുക, അതിനെ ജീവിപ്പിക്കുക എന്ന് ഓർമ്മിപ്പിച്ചു. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, ഫ്രീ അവർ മൈൻഡ് ഫ്രം ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്. നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രക്റ്റീവ് തോട്ട്സിൽ നിന്നും മാറ്റുക. മൂന്നാമത്തെ പോയിന്റ്, ഫോക്കസ് അവർ മൈൻഡ് ഇൻ റൈറ്റ് തിങ്സ്. യഥാർത്ഥത്തിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ മൈൻഡിനെ പഠിപ്പിക്കുക. ഇങ്ങനെ മനോഹരമായ ഒരു മൈൻഡ് കൺട്രോൾ എങ്ങനെ സംഭവിക്കുമെന്ന് അവസാനം ഒരു മെഡിറ്റേഷന്റെ പാത്വേയിലൂടെ കൃത്യമായിട്ട് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. വളരെ നന്ദി അച്ഛ. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഈവനിങ്. വളരെ മനോഹരമായ വിരുന്നൊരുക്കിയതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം, അച്ഛനോട് സംശയം ചോദിക്കാം. അച്ഛൻ കറക്റ്റ് 7 മണി വരെ ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. 7 മണി കഴിയുമ്പോൾ അച്ഛൻ പോകും. അച്ഛന് പ്രാർത്ഥനയും പ്രയറും ഒക്കെ ഉള്ളതാണ്, അപ്പോൾ നമ്മൾ സഹകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം പ്ലീസ്. ഗുഡ് ഈവനിങ് ഫാദർ. ആർക്കും പിടികൊടുക്കാത്ത, പൂർണ്ണമായിട്ടൊരു ഡെഫിനിഷൻ ഇല്ലാത്ത, നമുക്ക് കണ്ടുകൊണ്ടോ അല്ലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവയവം എന്ന് വേണേ പറയാം ഈ മൈൻഡ് എന്ന് പറയും. ഇനി എന്നാണോ ആവോ നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ ഈ മൈൻഡിനെ കുറിച്ച് നമുക്ക് കിട്ടുക, അറിയില്ല. മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പിടിതരാത്ത ഒരു അവസ്ഥയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളൊന്നും പിടിച്ച സ്ഥലത്ത് നിൽക്കുന്ന സാധനമല്ല ഈ മൈൻഡ്. എത്രയൊക്കെ നമ്മളോട് പറഞ്ഞാലും നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മൾ പിടിക്കുന്നിടത്തൊന്നും മൈൻഡ് നിൽക്കത്തില്ല. മൈൻഡിൻ്റെതായിട്ടുള്ള ആ ഒരു വലിയ ലോകത്തേക്ക് ഇങ്ങനെ ചാടി ഒരു കുരങ്ങിനെ പോലെ ഇങ്ങനെ ചാടി പോയിക്കൊണ്ടേയിരിക്കും. നമ്മളതിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ ടിപ്പുകളൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കിയാൽ പോലും ഇത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ നെഗറ്റീവായിട്ട് പറയുകയല്ല, എൻ്റെ അനുഭവത്തെ. കാരണം ഞാൻ പല പ്രാവശ്യം മെഡിറ്റേഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെഡിറ്റേഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും മൈൻഡിനെ ഫുള്ളായിട്ട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഒരിക്കലും സാധിക്കാറില്ല. കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു പക്ഷെ സാധിക്കും, പിന്നെ മൈൻഡ് കൈവിട്ടു പോകും. അപ്പൊ ഇതൊരു വല്ലാത്ത സബ്ജക്റ്റ് തന്നെയാണ്. അച്ഛനെടുത്ത ധൈര്യത്തിന് പ്രത്യേകം നന്ദി. താങ്ക് യു. തോമസ് സാർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. Congratulations. Thank you very much. Your presentations, excellent presentations with all points included, with electronic and oral and physical explanations. ആ സ്ലൈഡ്സ് എല്ലാം വളരെ നന്നായിരുന്നു. അതിലെല്ലാ പോയിന്റ്സും ഉണ്ട്. പിന്നെ ഒരു സ്ലൈഡ് കഴിയുമ്പോൾ ആ സ്പെക്ടേറ്റേഴ്സ് ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് അവരായിട്ടൊന്ന് അതിന്റെ ഫീഡ്ബാക്ക് അവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരു 3-4-5 മിനിറ്റ് എടുത്ത് വരുമ്പോൾ, അതായത് പ്രസന്റ് ചെയ്യുന്ന വ്യക്തി, അത് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടെന്ന് രണ്ടുപേർക്കും ഒരു കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു മാധ്യമം ഒരു സമയം കൊടുത്തുകൊണ്ട് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവായിരിക്കും. ഉദാഹരണത്തിന് പായസം പറഞ്ഞതും
അങ്ങനെയുള്ള ചില പോയിന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് ചർച്ചയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 2-3 മിനിറ്റ്, അത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് സ്ലൈഡ്, അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. അക്കോർഡിംഗ് ടു യുവർ വിൽ ആൻഡ് പ്രഷർ വി ക്യാൻ പ്രൊസീഡ് ഇൻ ഡിഫറെന്റ് വേ. താങ്ക് യു. അതിന് സമയം നഷ്ടപ്പെടുത്തി ഞാനാണ്. അച്ഛൻ ഉച്ച കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ അത്രമാത്രം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരുന്ന ട്രെയിനർ അടുത്ത ശനിയാഴ്ചത്തേക്കുള്ള ആളായിരുന്നു. ഞാനത് ഡേറ്റ് നോക്കാതെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം അച്ഛൻ അങ്ങനെ ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം വന്നത്. ഇല്ല, അതുകൊണ്ടല്ല. തോമസ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാ. ഞാൻ ഇതിന്റെ ആ ഒരു സ്പീഡ് എന്റെ 7 മണി എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ഇതുള്ളതുകൊണ്ടാണ്. തോമസ് സാർ വളരെ കറക്റ്റാ. അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. വളരെ കറക്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു. വിചാരബിന്ദു സാർ. നമസ്കാരം അച്ഛ. കുറച്ച് ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ടും ഇന്ററാക്ട് ചെയ്തിട്ടും. എന്നാലും മനസ്സിന്റെ മാന്ത്രിക ചെപ്പ് തുറന്ന് അതിന്റെ വിഹുലതകളും അതിന്റെ സുഖവുമെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇവിടെ വിവരിച്ച അച്ഛന് ഒരു 100 കോടി പ്രണാമങ്ങൾ. മനസ്സിനെ ഇവിടെ പറഞ്ഞു അതിന് കറക്റ്റായിട്ടൊരു ഡെഫിനേഷൻ കിട്ടിയിട്ടില്ല എന്ന് ജോബി സാർ പറയുകയുണ്ടായി. മനസ്സ് ഈസ് വെൽ ഡിഫൈൻഡ്. മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ബോഡി ഓർഗൻ ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ മനസ്സ് ശരീരത്തിന്റെ ഒരു ഭാഗമേ അല്ല, ഒരു ഓർഗനേ അല്ല മനസ്സ്. മൈൻഡ്, ഓഫ് കോഴ്സ്, അക്കോർഡിംഗ് ടു മെഡിക്കൽ സയൻസ്, ആസ് ഐ ഹാവ് ടോൾഡ് യു, ഈസ് ദി സം ടോട്ടൽ ഓഫ് ദി ഹോൾ വർക്കിംഗ് ഓഫ് ദി ബ്രെയിൻ. ബുദ്ധിയുടെ പ്രവർത്തനത്തിന്റെ ആകെത്തുകയാണ് മനസ്സ് എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷെ അച്ഛനും ഞാനും ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരെല്ലാരും പറയുന്നത് മനസ്സ് എന്നത് ദർപ്പണദർശ്യ സമാനമായ ഒരു പ്രതലം, മിറർ. അതാണ് ദർപ്പണം. അതിൽ എന്ത് പതിക്കുന്നോ അതിനെ തിരിച്ചു പതിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് മനസ്സിനുള്ളത്. പക്ഷെ അത് നോക്കി കാണുന്നയാൾ പതിക്കുന്ന ദർപ്പണം, ബിംബം, അതിൽ പ്രതിബിംബിക്കുമ്പോൾ ശരിയായാണോ വീക്ഷിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ബിംബത്തെ പ്രതിബിംബമായി കണ്ട് ആ ബിംബത്തിന്റെ സ്വസ്ഥതയിലേക്ക് നീങ്ങുന്നത്. അതാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വാട്ട് എവർ യു പെർസീവ് ഇൻ യുവർ മൈൻഡ്, you must have the capacity to analyze it and fix it in your memory in the correct process of it, in the correct value of it, in the correct estimation of it. Otherwise, you are going to lose the power of the mind. Mind has got this power to exhibit, to reflect anything that comes before you. But if you take the ownership of the mind always gets projected with your thoughts and your imaginations and your ugliness. Whereas if you are going to give the ownership of the mind to the universe, that is to the God, the omnipotent will start reflecting through your mind and will start speaking to you directly, whereby you will never go wrong. And that is the quality of mind. And that is why we are telling you to be mindful always. Fill your mind with the omnipotent. Feel that the omnipotent is inside you and that omnipotent is talking to you. Try to hear him, not anybody else. Hear him and he will lead you to the correct and unerring way, whereby you will be a successful person. പിന്നെ വളരെ മനസ്സിന് ശാന്തി തരുന്ന ഒരു എക്സസൈസ് അച്ഛൻ ഇവിടെ പറഞ്ഞു തരികയുണ്ടായി. എപ്പോഴും എവിടെ വെച്ചും, ബാത്റൂമിൽ വെച്ചോ, ബസ്സിൽ പോകുമ്പോഴോ, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ, വിശ്രമിക്കുമ്പോഴോ എപ്പോഴും ചെയ്യാവുന്ന ഒരു എക്സസൈസ്. അവിടെ പറഞ്ഞ ഒരു അവസാനത്തെ ഒരു ശാന്തി മന്ത്രം, അസതോമ സദ്ഗമയ. ഈ 2 ഉണ്ട കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം അസത്തുക്കളാണെന്നും സത്തായി നമ്മളെ കാണാൻ അനുവദിക്കുന്നത് മുഴുവനും നമ്മുടെ ഉൾക്കണ്ണിലൂടെയാണെന്നും മനസ്സിലാക്കണം. ഉൾക്കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്ക് എല്ലാത്തിൻ്റെയും സദ്വസ്തു എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെട്ട് നാം നമ്മുടെ ഈ 2 മാംസള കണ്ണുകൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന പല വസ്തുതകളിലേക്കും നാം എത്തിച്ചേർന്ന്
വളരെയധികം വിഷണ്ണഭാവത്തിൽ നമ്മുടെ ജീവിതം നയിക്കേണ്ടി വരും. അതാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമുക്ക് നയിക്കാൻ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്നത് ഈ നാം തെറ്റിദ്ധരിക്കുന്ന എല്ലാ കാര്യവും ഇരുട്ടാണ്. ഒരു മരത്തെ കാണുമ്പോൾ വെറും ഒരു മരം നദൽ കയറി മാങ്ങ പറിക്കാം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എന്നിലുള്ള അതേ തേജസ് തന്നെയാണ് ആ മരത്തിലുമുള്ളതെന്നും ആ മരത്തിനോട് സംസാരിക്കാൻ നാം ശ്രമിച്ചാൽ ആ മരം നമ്മോട് തിരിച്ചു സംസാരിക്കുമെന്നും ആ മരത്തിന്റെ വികാര വിക്ഷോഭങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുമെന്നും മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ് തമസോമ ജ്യോതിർഗമയ. താമസ ചിന്തയിൽ നിന്നും വെളിച്ചമുള്ള ജ്യോതിസ് ചിന്തയിലേക്ക് നാം മാറണം. തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. മരണഭയത്തിൽ നിന്നും മാറി അമരത്വത്തിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയ വിദ്യ മരണത്തെ മറക്കുക എന്നുള്ളതാണ്. രംഗബോധമില്ലാത്ത കോമാളിയായ മരണം എപ്പോഴും വന്നുകൊള്ളട്ടെ, എനിക്കത് പ്രശ്നമേ അല്ല. ഈ ശരീരം അതിൽ കൊഴിഞ്ഞു പോകുമെന്നല്ലാതെ എന്നിലുള്ള ശുദ്ധാത്മാവ് ഈ വിശുദ്ധാത്മാവിന്റെ സാക്ഷിയായി എന്നും നിലകൊള്ളുമെന്നും ആ സാക്ഷി സ്വരൂപമാണ് ഞാനെന്നും അറിയാനുള്ള ഏറ്റവും വലിയ ഉത്തമമായ മന്ത്രമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത്. മാർഗദർശക സൂചികയാണ് ആ മന്ത്രം. അത് എന്നും നമ്മുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കട്ടെ. അവസാനം പറഞ്ഞ ശാന്തി മന്ത്രം, ശാന്തി. നമ്മുടെ ബാഹ്യ ശരീരം മുഴുവനായി ശാന്തമാകട്ടെ. ശാന്തി. നമ്മുടെ ആന്തരിക ശരീരം ശാന്തമാകട്ടെ. ശാന്തി. നമ്മുടെ സത്യമായി നിൽക്കുന്ന നമ്മുടെ ജീവൻ ആത്മാവ് ശാന്തിയാകട്ടെ. സർവത്ര ശാന്തിയിൽ മുഴുകി സ്വസ്ഥ ജീവിതം നയിക്കുവാനായി നമ്മളിൽ വിളയാടുന്ന ഈശ്വരൻ, നമ്മായി തീർക്കുന്ന ഈശ്വരൻ നമ്മെ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. അതറിയുവാനുള്ള മുഴുവൻ സാധുതയും എന്നിൽ ഉടലെടുക്കട്ടെ. നമോവാകം. നന്ദി. അച്ഛാ, ഈ അത്രയും വളരെയധികം മധുരമായ കാര്യങ്ങൾ, ഇത്രയും വളരെയധികം ഊർജ്ജസ്വലതയുടെ നിറകുടം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ച് ആ പാനപാത്രം കൊണ്ട് ഞങ്ങളെ മുഴുവൻ ആനന്ദത്തിൽ ആറാടിച്ച അങ്ങയുടെ കാലുകളിൽ സാഷ്ടാംഗ നമസ്കാരം. താങ്ക് യു വിജയരാമന്ദു സാർ, വളരെ സന്തോഷം. അച്ഛനെ പോകാൻ സമയമെങ്കിൽ പൊക്കോളൂ കേട്ടോ. സമയം ഞാനൊരു 5 മിനിറ്റ് എടുക്കാം സാറേ. ഓക്കെ. അച്ഛൻ ഡീവ് ചെയ്തോളൂ, പറയണമെന്നില്ല. താങ്ക് യു വൺസ് അഗൈൻ, ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് യു സാർ. ഓക്കെ. വേറെ ആർക്കെങ്കിലും, റോയ് സാർ, ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അച്ഛൻ 5 മിനിറ്റും കൂടി ഉണ്ടായിരിക്കും. വളരെ കുറച്ച് സമയം കൊണ്ട് മൈൻഡ് പവർ എന്താണെന്ന് കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും മനസ്സിലാക്കി തരികയും ചെറിയ ഉദാഹരണങ്ങൾ അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കണമെന്നും അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനും കൂടി തന്ന് വളരെ ധന്യമാക്കിയ ഈ ട്രെയിനിങ് സെഷന് ഫാദറിന് എല്ലാവിധ അഭിനന്ദനം. താങ്ക് യു. താങ്ക് യു. തീർച്ചയായിട്ടും വേറെ ആർക്കെങ്കിലും കൂടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അച്ഛൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിന്റെ പവറിനെ കുറിച്ചും നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചർച്ചകളൊക്കെ നടത്താം. തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതും എന്നാൽ നമ്മളെ സഹായിക്കുന്നതും ഒക്കെ ആയ ഒരു വ്യക്തിയാണ്, അല്ല വ്യക്തിത്വമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു സങ്കല്പ ചിന്തയാണ് എന്ന് നമുക്കൊക്കെ പറയാമെങ്കിലും ഈ മനസ്സിനെ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് അതൊരു അവയവമാണെങ്കിലും അല്ലെങ്കിലും. കുര്യൻ സാർ പറയും. കുര്യൻ സാർ കേൾക്കാമോ? കുര്യൻ സാർ കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ. അച്ഛന്റെ പ്രസന്റേഷൻ നല്ല സൂപ്പർ ആയിരുന്നു. അവയവമാണോ മനസ്സിന് ഉള്ളിലാണോ പുറത്താണോ അത് പിന്നെ അത് ചിക്കനാണോ മുട്ടയാണോ ആദ്യം എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ എന്നിരുന്നാലും അതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അതിന് യാതൊരു സംശയവും ഇല്ല.
നമ്മൾ ഫിസിക്സും മെറ്റാഫിസിക്സും ഒക്കെ വിചാരബിന്ദുസോ എല്ലാവരും പറയുന്നത് പോലെ, എന്നാലും അച്ഛൻ പറഞ്ഞത് നല്ല ഒരു ചിന്തയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ സാധ്യമാവുകയാണെങ്കിൽ അതിൽ ഈ ലോകം നന്നാവും. പക്ഷെ അത് എത്രത്തോളം നമ്മൾ ബാക്കിയുള്ളവരെ, നമ്മൾക്കെല്ലാം അറിയാവുന്ന ഇതിൽ പ്രായമുള്ളവരാണ് മാക്സിമം ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞവരാണ്. പക്ഷെ അതിൽ കൂടുതൽ പുതിയ തലമുറയെ നമ്മൾ അത് എത്രത്തോളം നമുക്ക് അത് കൈമാറ്റം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ വിശ്വാസം കൈമാറ്റപ്പെടും. അല്ലെങ്കിൽ അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് കാരണം ഇത് പ്രയോജനപ്പെടാതെ വരും. ആ ഒരു കൈമാറ്റത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനിയും കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും പറയുന്നത് നമുക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് പുതിയ തലമുറ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതൊരു ഗ്യാപ്പ് വന്നുപോയി. നമ്മളുടെ തലമുറയും അതിന് മുമ്പ് വരെ നമ്മളുടെ തലമുറ വരെ അത് കൈമാറ്റപ്പെട്ടു വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മളുടെ അടുത്ത തലമുറയിലോട്ട് നമ്മളത് കൈമാറ്റപ്പെട്ടാലേ നമ്മൾ ഈ ലോകത്തെ അല്ലെ എന്തെങ്കിലും നമ്മളത്തെ ഭയങ്കരമായ നാശത്തിൽ നിന്നോ എന്തെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്, നിസ്സഹായരായിട്ട്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ബാക്കി എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. ബാക്കി എല്ലാവരും ഇതിലെല്ലാം പണ്ഡിതന്മാരാണ്. ഇത്രയും പറയാനുണ്ട്, അത്രയേ ഉള്ളൂ. അച്ഛനെ കണ്ടതിലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സാർ, വളരെ സന്തോഷമുണ്ട്. ഞാൻ വത്സല. ഞാൻ വത്സല. മൈൻഡ് മാനേജ്മെന്റ് വലിയൊരു ടോപ്പിക്കാണ്. അത് അച്ഛൻ പക്ഷേ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അതിനെ മാനേജ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നു. അത് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു സമാധാനപരമായ അല്ലെങ്കിൽ ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറാം എന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ അച്ഛൻ തന്നു. വളരെ നന്ദി ഫാദർ. പിന്നെ ഇന്ററാക്ഷൻ സെഷനും വളരെ നല്ലതായിരുന്നു. ഇവിടെ സംസാരിച്ച എല്ലാവരെയും, സാബു സാറിനും വിചാരബന്ധു സാറിനും വളരെ താങ്ക്സ്. അച്ഛന്റെ നമ്പർ ഒന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ ഫാദർ, താങ്ക് യു. ഹലോ. കേൾക്കാം. ഞാൻ പറയുമ്പോ ഈ മനസ്സേ വലിയ കടല് പോലെ കിടക്കുന്ന ഒരു സാധനമാണെന്നാ ഞാൻ പറയുന്നത്. അതിനെ ആക്ച്വലി കടുകുമണിയാക്കി തന്നു. അതാണ് അതിന്റെ ഒരു രസകരമായ കാര്യം. എന്താന്ന് ചോദിച്ചാ സോഫ്റ്റ്വെയർ ആണ്, അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്, സകല കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നാ ഞാൻ പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ പോലാണ് മനസ്സ് എന്ന്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിൽ അച്ഛൻ ഒന്ന് തിരിച്ച് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പ്രയോഗമാണ് വെച്ചാൽ. അച്ഛന് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. സാറെ നിർത്തണ്ട, മൈൻഡിനെ കുറിച്ച് കുറച്ചുകൂടെ പറഞ്ഞോളൂ. അതെ. അനിതമാൻ പറഞ്ഞോളൂ. അനിതമാൻ പറഞ്ഞിട്ട് പറയാം. സാർ, ഞാന് ഇടയ്ക്ക് എനിക്ക് കുറച്ചൊന്ന് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ഈ ബ്രെയിൻ വേവ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, അച്ഛൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. അച്ഛൻ മെഡിറ്റേഷൻ തുടങ്ങി. ഞാൻ ആ മെഡിറ്റേഷന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അത് മുഴുമിക്കാനും പറ്റിയില്ല, അതിനുശേഷം കേൾക്കാനും പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും റെക്കോർഡ് ചെയ്തത് കൊണ്ട് വീണ്ടും അത് കേൾക്കാൻ പറ്റും. എന്നാലും അച്ഛനോട് എനിക്ക് നേരിട്ട് അറിയണം എന്നുണ്ട് ഈ ബ്രെയിൻ വേവ്സിന്റെ കാര്യം. അത് ഒന്ന് അച്ഛനൊന്ന് പറഞ്ഞിട്ടുണ്ട്. മാം, അച്ഛൻ പോയി. അച്ഛൻ അവർക്ക് 7 മണിക്ക് മീറ്റിംഗ് ഉള്ളതാ. പക്ഷെ ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് 4 തരം ബ്രെയിൻ വേവ്സ് ആണ് ഉള്ളത്. ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ. അത് നമ്മളെ ഉറക്കത്തിന്റെ സമയത്താണ് ബ്രെയിൻ വേവ്സ് ശരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. നമ്മളെ ഉറക്കമില്ലാത്ത സമയത്ത് നമ്മള് ഡെൽറ്റയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ആൽഫയിലേക്ക് മൂവ് ചെയ്യും. ആൽഫ അതാണ് ഈ ഹിപ്നോസിസിനൊക്കെ യൂസ് ചെയ്യുന്ന ട്രാൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ആൽഫ വേവ്സിന്റെ സമയമാണ്. അതിനുശേഷമുള്ള ഡീപ്പായിട്ടുള്ള സ്ലീപ്പും അതുപോലെ റെം എന്ന് പറയുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാബു സാറേ, നമ്മൾ ഈ മൊബൈൽ ഷോപ്പിൽ കിട്ടില്ലേ ഉറക്കം, എത്ര സമയം നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ വാച്ച്മേ കയ്യിൽ കിട്ടുന്ന സാധനം, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ
അതിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ മനസ്സിലായാൽ മതി. പിന്നെ ആ ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. താങ്ക് യു. ബേസിക്കായിട്ട് നമുക്ക് ഈ പറയുന്ന 4 തരം വേവ്സ് ആണുള്ളത്. ആദ്യത്തെ ഡെൽറ്റയല്ല, ബീറ്റയാണ്. ആദ്യത്തെ വേവ് ബീറ്റ വേവ്സ് ആണ്. ബീറ്റ വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 14 മുതൽ 30 വരെ ഹെഡ്സ് ആണ്. അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിലുള്ള അതാണ്. ഉറക്കമല്ലാത്ത സ്റ്റേറ്റിൽ നമ്മൾ ബീറ്റ വേവ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി സ്വല്പം കൂടുതലാണ്, 40 to 30 വേവ്സ്. പിന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് ചേർന്ന് പോകുമ്പോഴാണ് ആൽഫ വേവ്സ് ആയിട്ട് ഇത് മാറുന്നത്. അതിന്റെ ഫ്രീക്വൻസി 9 to 15 ഹെഡ്സ് ആണ്. അപ്പൊ ആ സമയം നമ്മൾ ഉറക്കച്ചരോടുകൂടി, അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്നത്. ഹിപ്നോസിസിന്റെ എല്ലാ പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയം അതാണ്. ഹിപ്നോസിസ് നടത്താൻ വേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് സെൽഫ് ഹിപ്നോസിസ് നടത്തണമെങ്കിൽ നമുക്ക് ഈ ഉറക്കത്തിലേക്ക് കയറുന്ന സമയത്ത് സെൽഫ് അഫർമേഷൻ കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഈ അഫർമേഷൻ കൊടുക്കാറുണ്ട്. കുട്ടികളുടെ തന്നെ വാക്കില് മൊബൈലില് ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡിങ്സ് കേട്ട് കഴിഞ്ഞാൽ, ആ ഉറക്കത്തിന്റെ സമയത്ത് കേട്ട് കഴിഞ്ഞാൽ അവിടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ റൈറ്റിങ്സ് കൃത്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഈ സെയിം സ്റ്റേറ്റ് തന്നെയാണ്. അവിടെ നമുക്ക് സബ് കോൺഷ്യസ് ഒരു കണക്ഷൻ ഉണ്ട്. ചൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുമല്ലോ, അത് 3 മണി 4 മണി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. നമ്മൾ എഴുന്നേൽക്കുന്ന സമയമാണ് ബ്രഹ്മ മുഹൂർത്തം. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ആത്മാവുമായിട്ടൊരു കണക്ടിവിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഡൗൺ ആണ്, സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ അപ്പോഴും, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനമേ ഉള്ളൂ. ആ സമയത്ത് നമ്മളുടെ ഒറിജിനൽ ഈ ജീവന്റെ ആ ചൈതന്യവുമായിട്ടൊരു കണക്ടിവിറ്റിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വിട്ട് എഴുന്നേൽക്കുന്ന സമയം അതാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷെ 3 മണിക്ക് എഴുന്നേൽക്കുന്നവരുടെ ബ്രഹ്മമുഹൂർത്തം അതാണ്, 4 മണിയുടെ അതാണ്. നമ്മൾ 8 മണിക്ക് എഴുന്നേറ്റാൽ ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തേക്ക്, അപ്പൊ അതിനു മുമ്പുള്ളത് ഡെൽറ്റയും തീറ്റയും ആണ്. പിന്നെ ഒരു സ്റ്റേറ്റും കൂടെ ഉണ്ട്, ഗാമ സ്റ്റേറ്റ്. അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 5 സ്റ്റേറ്റിലാണ് ഈ ബ്രെയിൻ വേവ്സ് ഉള്ളത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചറിയുന്നത് ബീറ്റയും, പിന്നെ അതിനുശേഷം ഡീപ്പ് സ്ലീപ്പ് ഡെൽറ്റ, പിന്നെ തീറ്റ, ഗാമ. ഈ ഗാമ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന സമയമാണ്, ഏർലി മോർണിംഗ്. സ്വപ്നം കാണുന്ന ഏർലി മോർണിംഗ് ടൈമാണ്. അത് റം സ്ലീപ്പ് എന്നാണ് പറയുന്നത്, റാപ്പിഡ് ഐ മൂവ്മെന്റ്. കൊച്ചുകുട്ടികളുടെ കണ്ണൊന്ന് ശ്രദ്ധിച്ചാൽ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം. അപ്പൊ ആ ടൈമാണ് മെമ്മറി റീകൺസിലേഷനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലീപ്പാണ്. അത് പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് എങ്ങനെയാണ്? തന്നെയുമല്ല, ഈ സ്ലീപ്പ് ഒറ്റയടിക്ക് നമ്മൾ സ്ലീപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ 4 സൈക്കിൾസും നടക്കുന്നത് ഒരു 1.5 മണിക്കൂറിനുള്ളിലാണ്. അങ്ങനെ 1.5 മണിക്കൂറിന്റെ 4 or 5 സൈക്കിൾസ് ആയിട്ടാണ് നമ്മൾ സ്ലീപ്പിനെ കാണുന്നത്. അപ്പൊ ആദ്യത്തെ 1.5 മണിക്കൂറിൽ ഈ പറയുന്ന 4 തരത്തിലുള്ള വേവ്സും അതിനകത്ത് ട്രാവൽ ചെയ്യും. വീണ്ടും അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും അങ്ങനത്തെ 4, 5 സൈക്കിൾ. ഏറ്റവും അവസാനത്തെ സൈക്കിൾസിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പിനേക്കാളും കൂടുതൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉള്ള സ്ലീപ്പുകളായിരിക്കും. ആ സമയത്താണ് നമ്മൾ അധികവും സ്വപ്നം കാണാനുള്ള സാധ്യത. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനുള്ള റെം സ്ലീപ്പിന്റെ ടൈമിലും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ ഒറ്റയടിക്കാൻ കിടന്ന് നമ്മളങ്ങ് ഉറങ്ങുമല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാവിലെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു 6 മണിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മളെന്നാ ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞ് എഴുന്നേക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ എഴുന്നേക്കുന്നത് മിക്കവാറും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. കണ്ണ് തുറക്കുന്നത് വളരെ നോർമൽ രീതിയിലാണെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഫുൾ സൈക്കിള് നമ്മൾ ആ സമയത്ത് ചെയ്തിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ പകല് കിടക്കുമ്പോൾ ശ്രദ്ധിച്ചു, ഓരോറ്റ സൈക്കിൾ നമ്മൾ നടത്തും. 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഒരു സ്ലീപ്പ്, അല്ലെങ്കിൽ 2.5 മണിക്കൂർ. അപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് ആവറേജ് ഒരു സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സ്ലീപ്പ് സൈക്കിൾ 3, 4, 5 സ്ലീപ്പ് സൈക്കിളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അൺമ്യൂട്ട് ചെയ്യുമോ? സാർ, ഈ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക് ഉണ്ടല്ലോ സാർ, ഈ ബ്രെയിൻ വേവിന്റെ, അതിനെ കുറിച്ച് എന്താണ് സാറ്? അത് കേൾക്കുന്നത് ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ആൽഫ സ്റ്റേറ്റിലാണ് നമ്മളത് കേൾക്കുന്നത്. നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ട് ഉറങ്ങത്തില്ലേ? ക്രിസ്ത്യൻ പാട്ടുകൾ കേട്ടുറങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടുറങ്ങുമ്പം നമ്മുടെ ആ മൂഡ് എന്താണോ അതായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. വളരെ പോസിറ്റീവ് അഫർമേഷൻ ആണ് നമ്മൾ ഈ ട്രാൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ്. ഈ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ NLP ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സും ഈ പോസിറ്റീവ് അഫർമേഷൻ ആണ്. അത് നമ്മൾ കൊടുക്കുന്ന സമയം ട്രാൻസ്ലേറ്റ് ആണ്. ട്രാൻസ്ലേറ്റ് ആക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. മെഡിറ്റേഷനോട് ട്രാൻസിലെത്താം, ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രാൻസിലേക്ക് എത്താനുള്ള ഒരു മാർഗം PMR എന്ന് പറയും,
പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക് എന്ന് വെച്ചാൽ നമ്മുടെ കാലിന്റെ അറ്റം മുതൽ തലയുടെ അറ്റം വരെയുള്ള മസിലുകളെല്ലാം ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്യുക. ആദ്യം വിരലിന്റെ മുകളിലേക്ക് ജോയിന്റുകള്, കാഫ് മസില്, തൊട. അത് ധരിച്ച ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നല്ലോണം റിലാക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകും. ആ ഉറക്കത്തിന്റെ സമയമാണ് ശരിക്കും ട്രാൻസിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപബോധ മനസ്സിലേക്ക് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് നല്ല ഇന്ററാക്ഷൻസ് കൊടുക്കാം, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടാകാം, സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റിവിറ്റി കൂടുതൽ, പേടി ഉണ്ടാകുന്ന ഒരു സമയം, വളരെ പേടിയാണ്, ചില കാര്യങ്ങൾ പ്രത്യേകം പേടിയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പേടിയുടെ ഒരു സാധ്യത അവിടെ തുറന്നു കിടപ്പുണ്ട്. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അഫോർമേഷനിലൂടെ ആ നെഗറ്റിവിറ്റിയെ പോസിറ്റീവായിട്ട് മാറ്റുകയാണ്. കോൺഷ്യസ് മൈൻഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും, കോൺഷ്യസ് മൈൻഡിലും നമുക്കിത് ചെയ്യാം. സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഇഫക്റ്റീവ്, പെട്ടെന്നത് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറാനുള്ള സാധ്യത. അവിടെയാണ് നമ്മൾ ഹിപ്നോസിസ് ഉപയോഗിക്കുന്നത്. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇനിയാഗ്രാം എന്നൊക്കെ പറയുന്നത് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ മറ്റേത് ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല. ഈ ട്രാൻസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ സെക്കൻഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഈ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത്. ഇപ്പൊ ജയൻ സാർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സാർ ഉലാന സാർ പോയോ? ഓക്കെ, അതൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ കൊച്ചുകുട്ടികള് കിടക്കയിൽ കിടന്ന് മുള്ളുന്ന സ്വഭാവമുള്ളവരുണ്ട്. അവർക്ക് വളരെ പോസിറ്റീവ് സാധിക്കും. പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നത്, കിടക്കയിൽ അവന്റെ ഒരു ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഒരു ഷർട്ട് അല്ലെങ്കിൽ ഉടുപ്പ് അതിന്റെ മുകളിൽ കിടക്കാൻ പറയും. എന്നിട്ട് പറയും, ഇത് നിന്റെ ഉടുപ്പാണ്, ഇതിൽ നീ മൂത്രം ഒഴിക്കരുതെന്ന് പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്റെ ഉടുപ്പാണെന്നും അതിൽ മൂത്രം ഒഴിക്കരുതെന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പല പ്രാവശ്യം അഫർമേഷൻ കൊടുക്കുമ്പോൾ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൃത്യമായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. ഈ ഇന്റേണൽ പ്രോസസ്, ഉറക്കത്തിൽ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പം പ്രവർത്തിക്കുന്നത്, കോൺഷ്യസ് മൈൻഡ് ഡൗൺ ആണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പൊസിഷൻ, ഒരു തീരുമാനമെടുക്കും, അത് എൻ്റെ സ്വന്തം ഉടുപ്പാണ് അല്ലെങ്കിൽ വളരെ പ്രഷ്യസ് ആണ്, അതിൻ്റെ അകത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മൈൻഡിന്റെ ഒരു കൺട്രോൾ നടക്കും. അങ്ങനെ ആ ഒരു ക്യാരക്ടർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ സഹായം അതിനകത്ത് വേണം. നമുക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നം വരും. ഒരാൾക്കൊരു ഈ ഹിപ്നോസിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, ഹിപ്നോസിസ് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ തോർത്തു പോകുന്നൊക്കെ ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല. ഹിപ്നോസിസ് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മളൊരു ഗാഢനിദ്രയിലേക്ക് ചിലപ്പോൾ, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഉറങ്ങിപ്പോവും. ആഫ്റ്റർ ഒരു 2-3 സൈക്കിൾ, 1 hour 2 hour കഴിയുമ്പോൾ സാധാരണ പോലെ നമ്മൾ എഴുന്നേറ്റ് വരും. പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, ചില സമയത്ത് നമ്മൾ ഒരു ഹിപ്നോസിസ് പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിന്റെ ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് അത്ര ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ എന്ന് വെച്ചാൽ 1 മുതൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഒരു പ്രൊസീജിയർ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അതിന് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള ആ പ്രൊസീജിയർ കംപ്ലീറ്റ് നമ്മൾ സ്റ്റോപ്പ്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി തിരിച്ച് വരാൻ വേണ്ടി നമ്മളൊരു ടൂൾ പറയും. 10 മുതൽ 1 വരെ എണ്ണുമ്പോൾ നിങ്ങൾ കണ്ണു തുറക്കുക. അല്ലെങ്കിൽ ഞാൻ 9, 8, 7 ഇങ്ങനെ എണ്ണുമ്പോൾ ഓരോ സമയവും നിങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നൊക്കെ പറയാനുള്ള ഒരു അഫർമേഷൻ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാനുള്ള സമയം കൂടുതലെടുക്കും. അങ്ങനെ കൂടുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കസേരയിലേക്ക് ഇരുന്ന് ഹിപ്നോസിസ് ചിലപ്പോൾ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തലമാണ്. അപ്പൊ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ലെവൽ. അവിടെയാണ് ഈ ആൽഫ തീറ്റയൊക്കെ ഇമ്പോർട്ടന്റ് ആകുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും അഫർമേഷൻ അപ്പൊ കൊടുക്കണമെങ്കിൽ വേറൊരാള് നമ്മളെ സഹായിക്കണ്ടേ? നമുക്ക് തന്നെ ഉറക്കത്തിലോട്ട് പോയിട്ട് അഫർമേഷൻ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, നമ്മൾ അഫർമേഷൻ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുട്ടികളോട് നമ്മൾ ശ്രദ്ധിച്ചു, മുത്തശ്ശി കഥകളും ഇഷ്ടംപോലെ പറഞ്ഞു കൊടുക്കാറില്ലേ? കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കാറില്ലേ?
ഈ മുത്തശ്ശി കഥ കൊടുക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻ, നല്ല കഥകളല്ലേ പറയുന്നത്, നല്ല മൂല്യമുള്ള പ്രിൻസിപ്പിൾസ് ഉള്ള കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ മൂല്യമുള്ള ഒരു മൈൻഡായിട്ട് മാറുകയാണ്. ഞാൻ ഇങ്ങനെ ഈ പറയുന്ന ചക്രവർത്തിയെ പോലെ ഇത്ര നല്ല ഒരു വ്യക്തിയായിട്ട് മാറും. അതാണ് പോസിറ്റീവ് അഫർമേഷൻ. അവിടെ നമ്മൾ നിന്റെ പഠിത്തം നല്ലതാകുമെന്നും അല്ലെങ്കിൽ നീ നല്ല എല്ലാം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരിക്കലും നെഗറ്റീവായിട്ടോ കോൺഫ്ലിക്റ്റഡ് ആയിട്ടോ രീതിയിൽ പറയരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ബിസിനസ്സുകാരനാണ്, അയാളോട് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കടയിൽ ഇപ്പോൾ 10 കസ്റ്റമർ ഉണ്ട്. അപ്പൊ 10 കസ്റ്റമർ എന്നുള്ള എണ്ണം കൃത്യമായിട്ട് പറയണം. അല്ലാതെ നമ്മൾ നാളെ ഇന്ന് വന്നതിനേക്കാളും കൂടുതൽ ആള് വരും എന്നൊക്കെ പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാകത്തില്ല. അത് പറയണമെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ പറയണം. ഇന്ന് 10 കസ്റ്റമറിനെ എനിക്ക് കിട്ടി, നാളെ എനിക്ക് 15 കസ്റ്റമറിനെ വേണം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് 15 ആളുകളെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ അതിന്റെ ആ പ്ലാറ്റ്ഫോം ഒന്ന് ഒരുക്കി വെക്കും. നമുക്ക് പോസിറ്റീവ് ഒരു അഫർമേഷൻ കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു തലം. റോയ് സാർ അതിനെ കുറിച്ചൊന്ന് പറയൂ. റോയ് സാറോ ജോൺ സാറോ ആർക്കും പറയാം. മൈക്ക് ഓഫ് ആണ് സാർ, മൈക്ക് ഓഫ് ആണ്, മൈക്ക് ഓഫ് ആണ്. ഇടയ്ക്ക് എന്റെ ഇതിനൊരു കുഴപ്പം വന്നു, നെറ്റിന്, അതെല്ലാം ഔട്ടായി. അല്ല, ഞാൻ ഈ മനസ്സിലാക്കി വെച്ചതും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് ബ്രെയിൻ, മൈൻഡ്, തോട്ട്, ഇതിന്റെ എല്ലാം കൂടിയുള്ള ഒരു ഭാഗമാണ് ഈ മനസ്സായിട്ട് നമ്മൾ രൂപപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോ എല്ലാ ഇതും ഓട്ടോമാറ്റിക്കലായിട്ട് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡും ലോജിക്കൽ അലർട്ട് മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ്. സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അത് സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ യോഗിമാര് അങ്ങനെയുള്ള ചില ഉള്ള ആൾക്കാർക്ക്. അപ്പൊ അത് ടോട്ടലായിട്ട് വരുമ്പോൾ 90% സബ് കോൺഷ്യസ് മൈൻഡും 9% കോൺഷ്യസ് മൈൻഡും 1% സൂപ്പർ കോൺഷ്യസ് മൈൻഡും ആണെന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മളുടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ നടന്നു പോയ സമയത്ത് ഒരു ഗ്ലാസ് പീസ് ചവിട്ടി ഉടനെ അത് നമ്മുടെ കാലയിലേക്ക് ഇങ്ങനെ കാലയെ തുടച്ചു കയറി ഇരിക്കുക. അപ്പോ പെട്ടെന്ന് വലിക്കാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അലേർട്ടായിട്ട് പറയും, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസിന്റെ പീസ് കാലിൽ കയറി നിങ്ങളുടെ നമ്മുടെ കാല് മുറിഞ്ഞു പോകും. അതുകൊണ്ട് കാല് വലിക്കരുത്, ആ പീസുകളൊക്കെ എടുത്തു മാറ്റി സാവകാശം വേണം എടുക്കാനെന്ന്. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് പൊട്ടിയ ഉടനെ തന്നെ വലിച്ചെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റാ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പറയും ഇതെങ്ങനെ വലിച്ചെടുത്താൽ കാല് വല്ലാണ്ട് കീറി ഗൗരവമാവും, അതുകൊണ്ട് ആ ക്ലാസ് പീസുകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വലിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഈ കോൺഷ്യസ് മൈൻഡും കൺഷ്യസ് മൈൻഡിന്റെയും ഫാദർ പറഞ്ഞ പോലെ, ആനയെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ ഒരു എക്സാമ്പിൾ ഞാനത് പോയിന്റ് ഔട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, രണ്ട്, നമ്മളുടെ അതായത് ഈ മൈൻഡ് വർക്കൗട്ട് ചെയ്യുന്നത് 5 സെൻസിലൂടെയാണെന്ന്. 5 സെൻസ്, ഈ 5 സെൻസിന്റെയും കൂടിയുള്ള പ്രവർത്തനമാണ് മൈൻഡിനെ നമ്മളെ വർക്കൗട്ട് ചെയ്യുന്നത്. മനസ്സ് എന്ന് പറയുന്നതിന്റെ ഈ 5 സെൻസസിന്റെ പ്രവർത്തനമാണ് സെൻസസിന്റെ. ഓക്കെ, അപ്പോ നല്ല ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പോ അവിടെയാണ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു വിജയം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെയൊക്കെ നേരെയാക്കാം എന്നുള്ളതാണ് അടുത്ത വിഷയം. അതിനാണ് സാർ പറഞ്ഞ പോലെ ഈ ഓട്ടോ സജഷൻസ്, അതുപോലെ തന്നെ റിപ്പീറ്റഡ്, വീണ്ടും വീണ്ടും പറയുക, ഈ കാര്യങ്ങളെ നമ്മൾ നേരെയാകും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ടോക്സ് ബൈ അതേഴ്സ്, അതായത് കൗൺസിലിംഗ് പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ഒന്നാണ് സാർ പറഞ്ഞ ഹിപ്നോട്ടിസം. പിന്നെ അതായത് മെഡിറ്റേഷൻ, അത് തന്നെ ഇപ്പൊ അച്ഛൻ കാണിച്ചു തന്നതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ അച്ചീവിങ് ഗോൾസ് ബൈ പോസിറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് തിങ്കിങ്ങിനെ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ
നമുക്ക് നല്ലൊരു രീതിയിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഈ സബ് കോൺഷ്യസിൽ വരുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നതിനെ രൂപപ്പെടുത്തി എടുക്കുന്നിടത്താണ് ജീവിതത്തിന്റെ വിജയം. അതിനുള്ള മെഷേഴ്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. മെഡിറ്റേഷൻ കൊണ്ടാവാം, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടാവാം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓട്ടോ സജഷൻസ്, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഓട്ടോ സജഷൻസ്. പിന്നെ റിപ്പീറ്റഡ് ടോക്സ്, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് നമ്മൾ തന്നെ സെൽഫായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ചില കാര്യങ്ങൾ. പിന്നെ ഈ കൗൺസിലിംഗ് എഫക്റ്റ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ച് ഒന്ന് ഷെയർ ചെയ്തത്. കാരണം ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞു ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ തോന്നിയത് കൊണ്ട് അങ്ങ് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു റോയ് സാർ, വളരെ ക്രിയേറ്റീവ് ആയിരുന്നു. വേറെ ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്? ആർക്കെങ്കിലും ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഉള്ള അറിവുകളൊക്കെ വെച്ച് പറഞ്ഞു തരാം. ഓക്കെ, വേറെ ആർക്കും ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് ക്ലാസ് എടുക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. ആ വിഷയം ഇങ്ങനെയാണ്, അതിൻ്റെ ടൈറ്റിൽ തന്നെ മാസ്റ്റർ ബസ് ഓർ സ്മാർട്ട് ബസ് ഓർ സ്മാർട്ട് ബസ്. ഓ, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി, സ്മാർട്ട് ബസ്. ഓക്കെ, ഹു ആം ഐ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ടാണ് അത് എടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പി എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം ട്രാൻസാക്ഷൻ അനാലിസിസ് പല പ്രാവശ്യം നമ്മുടെ വേദിയിൽ വന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറ് നാളെ എടുക്കുന്നത് ഹു ആം ഐ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഹു ആം ഐ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷേ സാർ ഒരു പ്രത്യേകം പറഞ്ഞു, നാളെ ഞാൻ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന ടോപ്പിക് അല്ല എടുക്കുന്നത്, അതിന് പകരം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു തിങ്കിങ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സാർ എനിക്കും അത് ഓപ്പൺ ചെയ്ത് തന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മൈൻഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഹു ആം ഐ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ രാത്രി 6 മണിക്ക് സാറിന്റെ പ്രസംഗം കേൾക്കാം. ഇതാണ് നാളത്തെ ടോപ്പിക്. ജോൺ സാറിന് വല്ലതും പറയാനുണ്ടോ? ജോൺ സാർ, ആർക്കും വേണമെങ്കിലും സംസാരിക്കാം, കുറച്ച് സമയം കൂടെ പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത് ഈ മൈൻഡ് എന്ന് പറയുന്നത് 2 തരത്തിലാണ്. പോസിറ്റീവ് ആണ് നമ്മുടെ തോട്ട്സും എല്ലാമെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ് മൈൻഡ്. നെഗറ്റീവ് ആണ് നമ്മുടെ തോട്ട്സ് അങ്ങനെയുള്ള വരുന്നെങ്കിൽ പിശാചിന്റെ പ്രതിനിധിയാണ് ഈ മനസ്സ് എന്നാ ഞാൻ പറയുന്നു. അതും കൂടെ ഇതിന്റെ കൂടെ പറയും, മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ കൂടെ. ഞാൻ ഇച്ചിരൂടെ വ്യത്യസ്തമായിട്ട് പറയുന്നത്, നമുക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു മനസാക്ഷിയുമുണ്ട്, മനസ്സുമുണ്ട്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ സുപ്രീം പവറിന്റെ ഏജന്റും, മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ കൺട്രോളും. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സും മൈൻഡും ഒരേ അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്താൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ മൈൻഡ് പറയുന്നത് കേട്ടിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അതായത് നമ്മളെ ബോഡിയുടെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഉള്ള രീതിയിൽ മൈൻഡ് പറയുന്നത് കേട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ അധോഗതിയായി പോകും. നേരെ തിരിച്ചും. അതെ, അപ്പൊ കോൺഷ്യസ്നെസ് എപ്പോഴും നമ്മൾ പറയുമല്ലോ, ശരിയും തെറ്റും കൃത്യമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത് ദൈവത്തിന്റെ ഏജന്റ് ആണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ഭാഗം നമ്മുടെ കോൺഷ്യസ്നെസ്, വേൾഡ് കോൺഷ്യസ്നെസ് എന്നും നമ്മളുടെ ബോഡി കോൺഷ്യസ്നെസ് എന്നും പറയുന്ന പോലെ. വിചാരബിന്ദു സാറിന് വേണമെങ്കിൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സാർ അതൊന്ന് പറഞ്ഞോളൂ. ഒരു ചോദ്യം ആ കൂട്ടത്തിൽ ചോദിച്ചോട്ടെ. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്നതാണോ, അതോ ഒരു കുട്ടിയെ ഒരു
മോറൽ വാല്യൂസും പറഞ്ഞു കൊടുക്കാതെ വന്നാൽ നേരിട്ട് ഗോഡ്ലി ആയിട്ട് ഉണ്ടാകുമോ ഈ കോൺഷ്യസ്നെസ്? ഗോഡ്ലി ആയിട്ട് ഉണ്ടാകും എന്നുള്ളൊരു തരത്തിലാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ, സത്യം. ഇനി കുഞ്ഞ് ആ സത്യം അറിയുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ സ്വല്പം സമയം എടുക്കുമായിരിക്കും. പക്ഷെ സത്യത്തിന്റെ ഒരു കാവൽക്കാരനാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി വിചാരബിന്ദു സാർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കും. സാർ പറയും. ജേക്കബ് സാർ പറഞ്ഞ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം. ഒരു കുട്ടിക്ക് ഒന്നും അറിയാതെ അതിന്റെ തനത് നിർമ്മല സ്വഭാവത്തിൽ തന്നെ ഇരുന്നാൽ ആ കുട്ടി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സുഖമായിട്ടിരിക്കും. പക്ഷെ ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ വികൃതികളും മനസ്സിലാക്കാനുള്ളൊരു പ്രത്യേക സാധുത മനസ്സിനുണ്ടാകണം. എന്നിട്ട് ഈ വൃത്തികേടുകളല്ല ഞാൻ, മറിച്ച് എന്നിൽ ഞാൻ സ്വായത്തമാക്കേണ്ടത് എൻ്റെ മനസ്സിൽ ഈശ്വരൻ അല്ലെങ്കിൽ എൻ്റെ ജീവൻ അല്ലെങ്കിൽ എൻ്റെ സാക്ഷി സ്വരൂപം എന്താണ് പറയുന്നത് എന്ന് നോക്കി അതിൽ നിലനിൽക്കാനുള്ള ഒരു പ്രത്യേക കഴിവാണ്. മനസ്സിന്റെ ചഞ്ചല സ്വഭാവം എപ്പോഴും വിഖ്യാതമാണ്. മനസ്സ് നമ്മൾ പിടിച്ചു കെട്ടാൻ പറ്റില്ല. വായുവിനെ പിടിച്ചു കെട്ടും പോലെ വളരെയധികം ചഞ്ചല സ്വഭാവമുള്ളതാണ് മനസ്സ്. ബുദ്ധിയുടെ സ്വഭാവം സ്ഥിര സ്വഭാവമാണ്. നിശ്ചയാത്മക ബുദ്ധി, ചഞ്ചലാത്മക മനഃ. മനസ്സ് ചഞ്ചലവും ബുദ്ധി നിശ്ചയമെടുക്കുന്നതിലും പ്രാപ്തിയുള്ളതാണ്. മനസ്സിൽ നിന്നും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ബുദ്ധിയിൽ, നിശ്ചയാത്മക സ്വഭാവമുള്ള ബുദ്ധിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഈശ്വരൻ വിളയാടണം, ജീവൻ വിളയാടണം. ഞാൻ എന്ന വിവിധ വിഷയങ്ങളിൽ ഏർപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഞാൻ, എൻ്റെ മനോഗതികൾ, എൻ്റെ വീക്ഷണങ്ങൾ മനസ്സിൽ പ്രകടമായി തുടങ്ങിയാൽ ആ മനസ്സ് വൃത്തികേടായി പോകും. അതേസമയം ഈശ്വരൻ മാത്രം നിന്നാൽ കർമ്മകുശലത ഉണ്ടാകില്ല. കർമ്മകുശലതയോടുകൂടി സാമൂഹ്യ ജീവിതം നയിക്കാനും വളരെയധികം തന്മയീഭാവത്തോടുകൂടി മാനസിക സ്വസ്ഥതയിലേക്ക് മാറുവാനുമുള്ള കഴിവാണ് മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെ നമുക്ക് സുസാധ്യമാക്കുന്നത്. ഇതാണ് മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ശൈലി. Hope I am clear for Thomas. ജേക്കബ് സാർ ക്ലിയർ ആയോ? ക്ലിയർ ആയി. താങ്ക്സ്. സാറേ, ഒരു തീരെ കുട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പ്രായം വരെ കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ മൈൻഡ് പവർ എന്ന് വെച്ചാൽ ഈ ശരിയും തെറ്റും കൃത്യമായിട്ട് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് കുഞ്ഞിനുണ്ടാകത്തുള്ളൂ. ഞാൻ അതിനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിരുന്നു. At the time of birth the mind is as clear as that of a clear mirror without any kind of images. Okay, at that time, അങ്ങനെ ഒരു സമയത്ത് ഏത് അമ്മയുടെ മുല കൊടുത്താലും ആ കുഞ്ഞ് കുടിച്ചോളും. കാരണം എല്ലാം സ്ത്രീത്വത്തിലെല്ലാം അമ്മയെ കാണുന്ന പ്രത്യേക സൗകുമാര്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ എൻ്റെ അമ്മ ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയെ ഒരു വട്ടത്തിനകത്താക്കി നിർത്തിയിട്ട് ഈ ലോക മാതൃത്വത്തെ മുഴുവൻ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ആ കുട്ടിയിൽ ആദ്യമായി എൻ്റെ അമ്മ മാത്രം, എൻ്റേതുകൾ സ്ഥിരപ്രതിഷ്ഠ നേടാൻ തുടങ്ങും. അന്ന് മുതൽ അത് കളങ്കിത മനസ്സായി. പിന്നെ അടുത്ത കളങ്കിത മനസ്സാകുന്നത് ആ കുഞ്ഞിൽ നഗ്ന സ്വഭാവത്തിൽ അഭിരമിച്ചിരുന്ന ആ കുഞ്ഞിൽ ഒരു തുണ്ട് വസ്ത്രം ഇടുമ്പോഴാണ്. ഒരു നൂലുകെട്ടിലൂടെയോ ഒരു തുണ്ട് വസ്ത്രമിടലിലൂടെയോ ആ കുഞ്ഞിന്റെ മുഴുവൻ സ്വാഭാവികതയും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാപഞ്ചിക വിഹ്വലതയിൽപ്പെട്ട് മനസ്സ് മുഴുവനും മലിനമായി ജീവിതം വളരെയധികം ദുഃഖമായി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകമായി ചിന്തിക്കാനുള്ള ആർജവം ചിലപ്പോൾ സ്വയമേ ഉണ്ടായെന്ന് വരും, ചിലപ്പോൾ ഒരു ഗുരുനാഥനിൽ നിന്നുണ്ടായി വരും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നുണ്ടായി വരും. അന്ന് തിരിച്ചറിയും ഈ മനസ്സിന്റെ തനതായ സ്വഭാവം ശുദ്ധ സ്വഭാവമായിരുന്നു എന്നും അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഏക മാർഗം ധ്യാനമാണെന്നും, ധ്യാനം എന്ന് പറഞ്ഞാൽ പീനലൈസേഷൻ അല്ല, മറിച്ച് സ്വന്തം സത്വത്തെ തിരിച്ചറിയുവാനുള്ള ശ്രദ്ധയോടുകൂടിയ തിരിഞ്ഞുനോട്ടമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും പ്രാപഞ്ചിക സത്യങ്ങളെ, പ്രാപഞ്ചിക മിഥ്യകളെ നോക്കി വളരെയധികം അഭിരമിക്കുമ്പോൾ ഈ
ഇന്ദ്രിയങ്ങളെ മുഴുവനും അകക്കണ്ണിലേക്ക് മാറ്റി അകത്ത് എന്താണ് നടക്കുന്നത്, എന്നെ പ്രബലനാക്കി നിർത്തുന്ന ആ ജീവസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായി വരുമ്പോൾ വീണ്ടും മനസ്സ് പക്വമാവുകയും വീണ്ടും മാനസിക സ്വസ്ഥതയിലേക്ക് നീങ്ങുവാനുള്ള പ്രത്യേക കഴിവുണ്ടായി വരികയും ചെയ്യും. ഇങ്ങനെയാണ് മനസ്സ് ശുദ്ധമാക്കുന്നത്. മനസ്സ് ശുദ്ധമാക്കാനുള്ള ഏക പ്രവൃത്തി ധ്യാനം തന്നെയാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രത, ഏകമായ അഗ്രത്തിൽ ഈശ്വരനിൽ, തൻ്റെ പ്രാണനിൽ, തൻ്റെ ജീവനിൽ, തൻ്റെ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതില്ല എങ്കിൽ ഞാനില്ല എന്നും, അതാണ് സത്യ അസതോമാ സദ്ഗമയ, ബാക്കി ഞാൻ കാണുന്നതെല്ലാം അസത്തുക്കളാണെന്നും സത്തായിട്ടുള്ളതിന്റെ ജീവൻ മാത്രമാണെന്നും മനസ്സിലാക്കി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതെന്ത് മന്ത്രിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ബാക്കി ഈ പ്രപഞ്ചത്തിലെ ബാക്കിയുള്ളത് എല്ലാത്തിൻ്റെയും മന്ത്രണങ്ങളിൽ പെട്ട് ഉഴറാതെ എൻ്റെ ജീവൻ, എൻ്റെ ഈശ്വരൻ എന്നോട് എന്ത് മന്ത്രിക്കുന്നു എന്ന് കാതോർക്കുമ്പോൾ അടി തെറ്റാതെ അടി പതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള അത്ഭുത ശക്തി നമുക്കുണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. സാറേ, ഒരു സംശയം കൂടെ ഞാൻ ചോദിക്കുക. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്മുടെ കയ്യിലുള്ള ഒരു പാർട്ടാണെന്നും, അങ്ങനെ ഒരു പാർട്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന തലത്തിലും ബോഡി സെന്റേഡ് ആയിട്ടുള്ള മൈൻഡിന്റെ കൺട്രോൾ ആണെന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ശരിയും തെറ്റും വിവേചിച്ചറിയാൻ പറ്റുമോ? കോൺഷ്യസ്നെസ്സിന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് ബോഡി കോൺഷ്യസ്നെസ്, രണ്ട് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, പ്രാപഞ്ചിക സത്യം, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലൂടെയും കടന്നുപോയി ബാക്കി പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് പോലെ തോന്നുന്ന, എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളും ഞാനും ഇവിടുത്തെ പക്ഷിമൃഗാദികളും വൃക്ഷല്ലാദികളും എല്ലാം കാണപ്പെടുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടായി കുറെ കാലം നിലനിന്ന് പരിണാമങ്ങൾ സംഭവിച്ച് വർദ്ധമാനങ്ങൾ സംഭവിച്ച് വിപരീതങ്ങൾ സംഭവിച്ച് അവസാനം ഇല്ലാതായി പോകുന്ന, ജനിച്ച് മരിച്ചു പോകുന്ന കാര്യങ്ങളെയാണ് തോന്നുന്നത് പോലെ കാണുന്നത്. കടലിലെ തിരമാലകൾ പോലെ, കടലിലെ തിരമാലകൾ ഉയർന്നു പൊങ്ങി താന്നു വന്നിട്ട് വീണ്ടും കടലിലേക്ക് തന്നെ സ്വസ്ഥതയിലേക്ക് പോകുന്ന ആ പ്രക്രിയയെ ആലോചിച്ചാൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും നമ്മുടെ പ്രത്യേക നിലനിൽപ്പിന്റെ സത്യവും നമുക്ക് മനസ്സിലാകും. ടെമ്പററി എക്സിസ്റ്റൻസ് ഈസ് ലൈഫ്, whereas consciousness is never ending and it is ever prevailing. ആ കോൺഷ്യസ്നെസ് തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ശരീരത്തിലൂടെയും നമ്മുടെ എല്ലാ ജനിച്ചതിലൂടെയും കടന്നു പോകുന്നത്. അത് ആദ്യത്തെ സത്യം. പിന്നെ നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്ന ചില വസ്തുക്കൾ മാത്രമാണ് സത്യമെന്നും, ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടെന്നും അറിയാതെ പ്രാപഞ്ചിക പ്രവൃത്തികളിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുകയും അത് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. അതിലെ നന്മതിന്മകളെ തിരിച്ചറിയണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നന്മകളെ, പോസിറ്റീവ് തോട്ട്സ്, തിന്മകൾ, നെഗറ്റീവ് തോട്ട്സ്, ഇതിനെ തിരിച്ചറിയണമെങ്കിൽ അതിന് ആത്മാവ് അല്ലെങ്കിൽ ജീവന്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവൻ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ പോസിറ്റീവ് തോട്ട്സ് മാത്രം ഉയർന്നു വരികയും നെഗറ്റീവ് തോട്ട്സ് ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് മനസ്സിന്റെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നത്? നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകാനുള്ള കാര്യം, ഏതിലും നന്മ കാണാനുള്ള സ്വസ്ഥ ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്നത് മുഴുവനും ബുദ്ധിയുടെ കൂർമ്മത തന്നെയാണ്. ഒരു മാമ്പഴം കണ്ടാൽ അതിനെ ഉടനെ കടിക്കുന്നതിന് പകരം അത് ഈ പ്രകൃതി എത്രമാത്രം സൗകുമാരും, മാമ്പഴത്തിന്റെ യാതൊരു ഗുണവും യാതൊരു ആകൃതിയും ഇല്ലാത്ത മാവ് എന്ന മരത്തിൽ നിന്നും ഇത്രമാത്രം മധുരമുള്ള മാമ്പഴം നമുക്കായി കരുതി വയ്ക്കാൻ ഈ പ്രകൃതി എത്രമാത്രം കനിവുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ മാമ്പഴത്തിനെ തൊട്ട് തലോടി അതിൻ്റെ മാധുര്യം ആസ്വദിക്കുമ്പോഴുണ്ടാകുന്ന സുഖവും, വെറുതെ കടിച്ചു വലിച്ച് ഈമ്പി കയ്യിലൂടെ ഒലിപ്പിച്ച് അതും നക്കിത്തുന്ന് നല്ല മാമ്പഴം പുളിപ്പില്ലാത്തതെന്ന് പറയുന്ന ആ പ്രത്യേക ഒരു മാനസിക തലവും തമ്മിൽ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും മനസ്സിന്റെ പ്രവർത്തനശേഷി എത്രമാത്രം ഉണ്ട് എന്ന്. നല്ല മഴ എന്ന് പറയുന്നതിന് പകരം
ഭയങ്കര മഴ എന്ന് പറയുന്ന മാനസിക സ്വസ്ഥത ഒന്ന് ആലോചിച്ച് നോക്കൂ. മഴ പെയ്യുമ്പോൾ എത്ര കാലം കാത്തിരുന്ന ശേഷം ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ ഉഷ്ണത്തിൽ മുഴുവൻ വെന്തുരുകി കഴിഞ്ഞതിന് ശേഷം ഒരു മഴ പെയ്യുമ്പോ നല്ല മഴ എന്ന് പറയുന്നതിനും ഭയങ്കര മഴ എന്ന് പറയുന്ന മാനസിക സ്വഭാവവും നാം തിരിച്ചറിഞ്ഞാൽ നല്ലതിൻ്റെയും ഭയങ്കരത്തിൻ്റെയും, ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം അങ്കുരിപ്പിക്കുന്നത്, ഭയങ്കരത്തിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് മനസ്സിന്റെ സ്വഭാവം. ഈ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയും വിഹ്വലതയും വളരെയധികം ഒരുപാട് ചുഴിവുകളുമുള്ള മനസ്സിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കി അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും റെഗുലർ പ്രാക്ടീസ് ആൻഡ് റെഗുലർ ഡിറ്റർമിനേഷൻ, സ്ട്രോങ് ഡിറ്റർമിനേഷനിലൂടെ മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ സാധിക്കും. അത് മാത്രമാണ് മനസ്സിനെ വരുതിയിൽ നിർത്താനുള്ള സാധനം. ഇങ്ങനെ വരുതിയിൽ നിൽക്കാത്തത് എന്താണ് എന്ന് അപഗ്രഥനം ചെയ്യുന്നതാണ് സാബു സാർ ഇവിടെ പറയുന്ന സയൻസ് മുഴുവനും. അതും ശ്രേഷ്ഠം തന്നെയാണ്. Hope I am clear, sir. Okay, thank you, sir. സാറേ, ഉഗ്രനായിട്ടിരിക്കുന്നു. സാറിന്റെ പ്രസന്റേഷനും വോയിസ് മോഡുലേഷനും എല്ലാം വളരെ നന്നായിട്ടിരിക്കുന്നു, വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നു. Thank you. Thank you very much. ഓക്കെ, അപ്പൊ എൻ്റെ ചെയ്യാം. വേറെ ആർക്കും പറയാനില്ലല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഹുവാമൈ എന്നുള്ള ആ തലത്തെ കുറിച്ച് കേൾക്കാം. ഇന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കാം. സോ താങ്ക് യു. പർപ്പസ് ഓഫ് ലൈഫ് തന്നെയാണോ? പർപ്പസ് ഓഫ് ലൈഫ് അല്ല, ഹുവാമൈ എന്നാണ് സാറ് പറഞ്ഞത്. മൈൻഡിന്റെ തലത്തിലല്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ വികാരങ്ങൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഇമോഷൻസ് അങ്ങനെയുള്ളതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു തലത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മുടെ സ്വഭാവങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, അത് മൈൻഡിന്റെ തലത്തിലല്ല, ബോഡി കോൺഷ്യസിനെ ബേസ് ചെയ്തിട്ടാണ് സാറ് സൈക്കോ തെറാപ്പിസ്റ്റും കൂടിയാണ്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു തലമാണ്. സാർ അത് വിട്ടു പറഞ്ഞില്ല, അതൊരു സസ്പെൻസ് ആയിരുന്നോട്ടെ എന്ന് അതിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ കൊള്ളി ചോദിച്ചത്. ഓക്കെ, ഇനിമേ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.